ഏതാണ്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഒരു 2 ആഴ്ചയായി ഈ ഒരു ആരാധന മത്സരത്തിലേക്കാണ് തോന്നിട്ട്. ഇന്നത്തെ വായനകളൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന വായനകളാണ്. അതുകൊണ്ട് ഈ ഭയപ്പെടുത്തുന്ന വായനകൾക്കിടയിൽ ഒരു പ്രത്യാശയുടെ വചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്നാണ് ഞാൻ ഇന്ന് കരുതുന്നത്. എപ്പോഴും ഇങ്ങനെ പേടിപ്പിക്കുന്ന, താക്കീത് നൽകുന്ന, നമ്മളെപ്പോഴും ഒരു സന്ദിഗ്ധാവസ്ഥയിൽ ഡിലേബിളാക്കി നിർത്തുന്ന വചനങ്ങൾ നമുക്കത്ര ശുഭകരമല്ല. അതുകൊണ്ട് അത് വേണം. കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, പ്രേരിപ്പിക്കപ്പെടാനായിട്ട് ഇതെല്ലാം ആവശ്യമാണ്. വിശുദ്ധ ഗ്രന്ഥം സമ്പൂർണ്ണമാണ് അല്ലെ? വചനത്തെ ഇങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു കത്ത് ബൈൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ് കേട്ടോ. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഒരു കത്താണ്. സ്നേഹപിതാവായ ദൈവം തൻ്റെ മക്കൾക്ക് കൃത്യമായി നൽകുന്ന അറിയിപ്പുകൾ, ഓർമ്മപ്പെടുത്തലുകൾ, താക്കീതുകൾ, സ്നേഹ സംഭാഷണം, വാഗ്ദാനങ്ങൾ, ഇതൊക്കെ അടങ്ങിയ കത്താണ് അല്ലേ? പണ്ടൊക്കെയുള്ള ചായമാരും അമ്മച്ചിമാരും ഒക്കെ വിദേശത്തേക്ക് പോകുന്ന മക്കൾക്ക് കത്തെഴുതുമായിരുന്നു. ഇപ്പം നമ്മളൊക്കെ വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ വന്നപ്പം ഈ സാധനമൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. നമ്മളാരെങ്കിലും ഈ അടുത്തിടയ്ക്ക് വല്ല കത്തെഴുതിയാണ്. ഇന്നലെ ചോദിച്ചപ്പോൾ വികാരിച്ച് പറഞ്ഞ് നമ്മൾ പോസ്റ്റ് ഓഫീസ് ഇവിടുന്ന് മാറ്റിയിട്ട് ഈ പള്ളിയുടെ ബിൽഡിങ്ങിലോട്ട് മാറ്റിയെന്ന് മനസ്സിലാക്കിയത് അല്ലേ? അണ്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ അറിയണമെങ്കിൽ എപ്പോഴും കത്തെഴുതുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. നമ്മളാരും കത്തെഴുതാറില്ല അല്ലേ? ഈ കത്തെഴുതുക എന്ന് പറയുന്നത് ഒരു പാരമ്പര്യമാണ്. വിശ്വസിക്കണോ? ഉണ്ടോ? പ്രൈസിലോ? ഹല്ലേലൂയ. കത്തെഴുതുക എന്ന് പറയുന്നത് ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അതിലൂടെ കൃത്യമായ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മുൻപിൽ നൽകപ്പെടുന്നുണ്ട്. കത്തെഴുതുന്ന ഒരു പാരമ്പര്യമാണെന്ന് പറയും. ചിലർ പറയും കത്തെഴുതുന്നത് പ്രത്യേകതരം രീതിശാസ്ത്രത്തിന്റെ ഭാഗമാണ്. കത്തെഴുതുന്നത് അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ പഠിക്കാറുണ്ട്. കത്തെഴുതുന്നത് വഴിയായിട്ട് നന്നായിട്ട് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ആർക്ക് എഴുതണമെന്ന് അറിയണം. 2, അഡ്രസ്സ് അറിയണം അല്ലേ? ഇതൊക്കെ നിർബന്ധമാണ്. നമ്മൾ എഴുതുന്ന ആളുടെ അഡ്രസ്സ് അറിയണം. നമ്മുടെ അഡ്രസ്സിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. പിൻകോഡൊക്കെ അറിഞ്ഞിരിക്കണം. ആർക്ക് എഴുതുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. പിൻകോഡ് ഉൾപ്പെടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പിടി അറിവിൽ നിന്നാണ് നമ്മളൊരു കത്തെഴുതുന്നത്. ഇത് സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു കത്താണ്. അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ സ്വീകരിച്ച് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അതുകൊണ്ടാണ് ഈശോ പറയുക, ആകാശവും ഭൂമിയും കടന്നു പോയാലും എന്റെ വചനങ്ങളിൽ നിന്ന്, അതായത് ഈശോ തന്റെ കത്തിലൂടെ എഴുതി വെച്ചിരിക്കുന്ന വചനത്തിൽ നിന്ന് ഒരു യോധ പോലും മാറ്റപ്പെടത്തില്ലെന്ന്. നമ്മൾ മലയാളത്തിൽ അതിന് പുള്ളി എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട്, യഥാർത്ഥത്തിൽ അതൊരു യോധ പോലും മാറ്റപ്പെടത്തില്ലെന്ന്. പ്രൈസറോ? ഹല്ലേലൂയ. വലതുകരം തന്നെ ഉയർത്തണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒരു പുള്ളി പോലും, യോധ എന്ന് പറയുന്നത് സുറിയാനി അല്ലെങ്കിൽ ഗ്രീക്ക്, ഹീബ്രു മൂലങ്ങളില്, അതില് സെമിറ്റിക് ലാംഗ്വേജ് ഹീബ്രുവും സുറിയാനിയും ഒക്കെയാണ്. അതിലെ ഏറ്റവും ചെറിയ അക്ഷരമാണ് യോധ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു വര ചുമ്മാ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ഒരു കോമയോളം വലുപ്പമുള്ളൊരു വാക്കാണ് യോധ എന്ന് പറയുന്നത്. അതുപോലും മാറത്തില്ലെന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുന്നത്. അതിനർത്ഥം എന്താണ്? ആകാശവും ഭൂമിയും ഒക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്, എങ്കിൽ പോലും അവന്റെ വാക്കുകൾക്ക് അത്രമാത്രം ഉറപ്പുണ്ട് എന്നാണ്. സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട്. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരമിടിച്ചു. എവിടെയാണ് നമ്മൾ വായിക്കുന്നത്? 1-ാം അധ്യായം എത്രാം വാക്യം? എത്രാമത്തെ വാക്യം? ഇന്ന് വീട്ടിൽ പോയിട്ട് ഹോംവർക്ക് വെച്ചിരുന്നു. 12, 13, 14 വാക്യങ്ങളൊക്കെ വായിച്ചപ്പോൾ 1-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ അവിടെയുണ്ട് കൃത്യമായിട്ട്. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരമിടിച്ചു. പ്രൈസറോ? ഹല്ലേലൂയ. ഈ കൂടാരമടിക്കുന്ന ഭാഗമാണ് ഇനി അടുത്ത ദിവസം നിങ്ങൾ നിങ്ങളുടെ ഒരു ധ്യാനത്തിലേക്ക് പ്രവേശിക്കും അല്ലെ? ഒരു ധ്യാനത്തിലേക്ക് പ്രവേശിക്കും. എപ്പോഴും ആ ദിവസങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് ദൈവത്തിന്റെ വാക്കുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഈ വചനത്തിൽ നിന്ന്, ഈ പുസ്തകത്തിൽ നിന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളോട് ദൈവത്തിന്റെ കത്തിൽ നിന്ന് നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. കണ്ടോ? ഡ്വെൽറ്റ് എമംഗ് us എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. കൂടാരമടിക്കുക എന്ന് പറയുന്ന പദം. ഈ കൂടാരത്തെ കുറിച്ചുള്ള ചിന്തകൾ നമുക്കുണ്ടാകുന്നത് പുറപ്പാടിന്റെ പുസ്തകത്തിലാണ്. പുറപ്പാടിന്റെ പുസ്തകം നമ്മൾ വായിച്ചു നോക്കിയത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായം 1 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് വിചിന്തനം. കേട്ടോ, അവിടേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പുറപ്പാടിന്റെ പുസ്തകത്തില് നമ്മൾ
കൂടാരം നിർമ്മിക്കുന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. മോശെ ദൈവമായ കർത്താവിന്റെ അരുളപ്പാടുകളൊക്കെ കൃത്യമായിട്ട് കേട്ട് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് മോശെ കൂടാരം അടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. പണ്ട് ഒത്തിരി അൾത്താരപാലന്മാര് വായിച്ച് തെറ്റിച്ചിട്ടുള്ള സംഭവമൊക്കെയാണ് മേശ മോശ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ള സംഭവം. അതെല്ലാം വരുന്നത് ഈ കൂടാരമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ്. അവിടെ ദൈവത്തിന്റെ കൂടാരത്തെ കുറിച്ചുള്ള സാധ്യതയെ കുറിച്ച് പറയുമ്പോൾ ആ കൂടാരത്തിന് തന്നെ വിളിക്കുന്നത് സമാഗമ കൂടാരം എന്നാണ്. സമാഗമ കൂടാരം അല്ലെ, മീറ്റിംഗ് ടെന്റ് എന്ന് ഇംഗ്ലീഷിൽ അതിനെ പറയും. സമാഗമ കൂടാരം. ഈ സമാഗമ കൂടാരം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ജനം പോകുമ്പോൾ ഇവരിങ്ങനെ ഒരു യാത്രയിലാണ്. നമുക്കറിയാം ഇസ്രായേലിന്റെ ചരിത്രം അറിയാം. അവർ ഈജിപ്തില് ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ ഒരു ജനതയാണ്. അടിമത്തത്തിൽ നിന്ന് ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. അപ്പോ ഫറവോയുടെയൊക്കെ നാട്ടിൽ കഷ്ടപ്പെട്ട ആ ഒരു ജനതയെ മോശയുടെ നേതൃത്വത്തിൽ ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരിക. എന്തിനു വേണ്ടിയാ? ഒന്നാമത്തെ ലക്ഷ്യം, ആദ്യത്തെ ലക്ഷ്യം എന്തായിരുന്നു? അവരുടെ ആ നടപ്പിന്റെ ആദ്യത്തെ ലക്ഷ്യം സീനായിൽ പോയി ആ മലമുകളില് ദൈവത്തിന് ഒരു ബലി അർപ്പിക്കുക എന്നുള്ളതായിരുന്നു. മോശ പറയുന്ന കാര്യവും അത് തന്നെ. ഫറവോയോട് വന്നിട്ട് ചോദിക്കും, നീ എന്റെ ജനത്തെ വിട്ടയക്കുമോ? ഫറവോ ചോദിക്കും, എന്തിനാ? അപ്പം പറയും, എനിക്ക് എന്റെ ദൈവമായ കർത്താവിന് ഒരു ബലിയർപ്പിക്കാൻ അവരെ ആവശ്യമുണ്ട്. അവരെയും കൂട്ടി വേണം എനിക്ക് ബലിയർപ്പിക്കാനായിട്ട് പോകും. ഞങ്ങളുടെ ദൈവത്തിന് ഒരു ബലിയർപ്പിക്കാൻ നീ ഞങ്ങളെ പറഞ്ഞയക്കാമോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? നിനക്ക് ഇവിടെ ആവശ്യത്തിന് കാളകളുണ്ട്, ആവശ്യത്തിന് ഇടമുണ്ട്, നീ ഇവിടെ ബലിയർപ്പിച്ചാൽ പോലെ. അപ്പൊ അല്ല, എനിക്ക് ദൈവം കാണിച്ചു തരുന്ന ദൈവത്തിന്റെ വിശുദ്ധ മലയിൽ ബലിയർപ്പിക്കണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുമ്പോൾ ഫറവോ അതിലേറെ ശാഠ്യം പിടിക്കും അവരോട്, അല്ലെ? നീ പോണ്ട എന്ന് അവസാനം പറയും. അപ്പൊ എന്നാ ചെയ്യുന്നത്? 10 മഹാമാരികളായിരിക്കും. 10 മഹാമാരികൾ. അതിൽ 10ാമത്തേത് അവന് സഹിക്കാവുന്നതിനപ്പുറമാകുമ്പോൾ അവൻ ഇസ്രായേലിനെ വിട്ടയക്കും. അങ്ങനെ ചെങ്കടലൊക്കെ വേദിച്ച് ഇവരിങ്ങനെ കടന്നു പോകുന്ന സംഭവമൊക്കെ രസകരമായിട്ട് നമ്മൾ വായിച്ചു കേൾക്കും പുറപ്പാടിന്റെ പുസ്തകത്തില്, അല്ലെ? പുറപ്പാടിന്റെ പുസ്തകം മുഴുവൻ ഒരു വഴിയിൽ നിന്ന് എടുക്കുന്ന പുസ്തകമാണ് കേട്ടോ. ആ സംഭവം മുഴുവൻ ഒരു ജനത ഇങ്ങനെ നടന്നു പോകുന്ന സംഭവം. അതായത് ഇവിടെ നിന്ന് നമ്മൾ രാവിലെ പള്ളിയിലേക്ക്, വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്ന ദൂരം, അങ്ങനെ ഒരു വഴിയിൽ നിന്ന് എഴുതുന്ന സംഭവമാണ്. എക്സോഡസ് എന്നാണ് ഈ പുറപ്പാടിന്റെ പുസ്തകം ഇംഗ്ലീഷിൽ അറിയപ്പെടുക. എക്സോഡസ്. എറ്റ് ദേ ഹോഡോൺ എന്നാണ് അതിന്റെ ഗ്രീക്ക് മൂലം. അതായത് ഹോഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ വേ എന്നാണ് അർത്ഥം. വഴിയിൽ എഴുതപ്പെട്ടത്. വഴിയിൽ ഇങ്ങനെ ദൈവജനം നടക്കുന്നത്, വഴിയിൽ അവർ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നത്, ദൈവ സാന്നിധ്യമോട് മുൻപേ പോകുന്നത്, ഇതൊക്കെയാണ് പറയുന്നത്. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, അവർ കൂടാരമടിക്കുമ്പോഴുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ് സമാഗമ കൂടാരം, അല്ലെ? ജനത ഇങ്ങനെ കൂടാരമടിക്കുന്ന എങ്ങനെ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഇവിടെയൊക്കെ വീട് വെച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ നിരത്തിയല്ല വീട് വെക്കുന്നത്, അല്ലെ? നമ്മുടെ ഇവിടെ അടുത്തടുത്ത് നമ്മൾ ഹൗസ് ഞങ്ങളൊക്കെ ഹൗസ് താമസിക്കണം, അതിന് അടുത്തടുത്തടുത്താണ് വീട്. അതുപോലെ തന്നെ കൂടാരം അടിക്കുന്നു. പക്ഷെ ഈ കൂടാരം അടിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. ഈ പുരോഹിതന്മാരാണ് ഈ കൂടാരത്തിനോട് ചേർന്ന് കൂടാരത്തിനകത്തിരിക്കുന്ന സാധനം അറിയാമല്ലോ എന്നാണ്, അല്ലെ? എന്തുവാ സംഭവത്തിന് പറയുന്ന പേര്? അതിന് വേറൊരു പേര് പറയും. എന്തുവാ? വാഗ്ദാന പേടകം, അല്ലെ? ആർക്ക് ഓഫ് ദ കവനന്റ് എന്നാണ് പറയുന്നത്. വാഗ്ദാന പേടകം. ഈ വാഗ്ദാന പേടകം എടുക്കും, കൂടാരത്തിന്റെ സാധനമൊക്കെ ചുരുട്ടി പിടിച്ച് കുറച്ച് പേര് കൂട്ടത്തിൽ കാണും. എന്നിട്ട് ഇവരിങ്ങനെ മുമ്പേ നടന്നിട്ട് ഒരു സ്ഥലം എത്തുമ്പോൾ മേഘം ഇങ്ങനെ താഴ്ന്നു വരും. മേഘം താഴ്ന്നു വരുന്ന അവിടെ ഈ വാഗ്ദാന പേടകത്തിലേക്കാണ് മേഘം താഴ്ന്നു വരുന്നത്. അപ്പോൾ വാഗ്ദാന പേടകം അവർ അവിടെ വെക്കും. എന്നിട്ട് അതിന് മഴ നനയാതിരിക്കാനായിട്ട് അവരൊരു കൂടാരം വാഗ്ദാന പേടകത്തിന് വേണ്ടി ഉയർത്തും. ആ കൂടാരത്തിനകത്ത് അവർ ഹോളി ഓഫ് ഹോളി കാണും, വിശുദ്ധ സ്ഥലം കാണും, ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ കാണും. എന്നിട്ട് അങ്ങനെയാണ് ഒരു കൂടാരം അവരിങ്ങനെ സ്ഥാപിച്ചു വെക്കും. ഇതിന് ചുറ്റുമാണ് ഇസ്രായേൽ ജനം കൂടാരം അടിക്കുക. ഓരോ സ്ഥലത്തേക്ക് പോകും. ലേവിയുടെ ഗോത്രം ഇതിന് ചുറ്റുമായിരിക്കും. കാരണം അവർക്ക് കൂടാരം അടിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. ബാക്കി 11 ഗോത്രങ്ങളോടും പറയും, നിങ്ങൾ ഓരോ മൂലയ്ക്ക് പോയി കൂടാരം അടിച്ചു. ഇങ്ങനെ സെറ്റിൽമെന്റ് പീരീഡാണ് കൂടാരം അടിക്കുന്നത്. ഇങ്ങനെയാണ് കൂടാരം നിർമ്മിക്കുക. ഇതാണ് കൂടാരത്തിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം ജാഗ്രതയോടെ ഇവരോട് ചേർന്നു നിന്നു എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ സാന്നിധ്യം ജാഗ്രതയോടെ ചേർന്നു നിന്ന ഒരു ജനത, അല്ലെ? ഇതൊരു ഓർമ്മപ്പെടുത്തുക. എന്തിനാണ് നമ്മൾ പള്ളി പണിതിരിക്കുന്നത്? എവിടെയാ?
തത്തമ്പള്ളിയിൽ. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. കാരണവന്മാർ നമുക്ക് പള്ളി കൊണ്ട് തന്നിരിക്കുന്നത് തത്തമ്പള്ളിയിലാണ്. നമ്മുടെ വീട് എവിടെയാണ്? ഈ പള്ളിക്ക് ചുറ്റുമാണ് അല്ലേ? ഇതിന്റെ ഈ സൈഡിലാണ് 1-ാം വാർഡ്. എവിടെ 1-ാം വാർഡ്? ഈ സൈഡിൽ കണ്ടോ? 2-ാം വാർഡ് അതിനപ്പുറത്ത്. ഇങ്ങനെ പോകുന്നത് ഇവിടെയാണ് ഒരു വാർഡ് അല്ലേ? അതേത് വാർഡ്? സെറ്റിൽമെന്റ് ആണോ? ഇത് പഴയ നിയമമല്ല, ഇത് പുതിയ നിയമമാണ്, നടക്കുന്ന സംഭവം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതേ സംഭവം തന്നെ. വിശുദ്ധ ഗ്രന്ഥം അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കാരണവന്മാര് ഒരു പള്ളി പണിയാൻ നേരത്ത് എവിടെയാണ് പള്ളി വെച്ചത്? നമ്മുടെ ഇടയിലാണ് പള്ളി. നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് പള്ളി. ഈ ഭൂപ്രകൃതിയിൽ, ഭൂപ്രദേശത്ത് ഏറ്റവും കൊള്ളാവുന്ന സ്ഥലമാണ് ഈ ദേവാലയം ഇരിക്കുന്ന സ്ഥലം. കാരണം എന്താ? ഇതിന് കൊള്ളാവുന്ന സ്ഥലത്തിന് ശേഷമുള്ളത് മതി നമുക്ക്. അതാണ് നമ്മുടെ ചിന്ത. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കേട്ടത് എന്താണ്? അബ്രാഹത്തെ ദൈവം വിളിക്കുന്ന സംഭവമാണ് അല്ലെ? 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം ചരിത്രമൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ദൈവം ഇങ്ങനെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ദൈവം അബ്രാഹത്തെ വിളിക്കുന്നു. എന്താ സംഭവം? നീ നിന്റെ പിതൃഭവനത്തെ, നിന്റെ സ്വദേശം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. അബ്രാഹമായിരുന്ന സ്ഥലം, ആ സ്ഥലത്തിന്റെ പേരെന്നാണെന്ന് അറിയാം ആർക്കെങ്കിലും? ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്ന അമ്മച്ചിമാർ, അച്ചായന്മാരും കൂടുതൽ ഇരിക്കുണ്ടെന്ന് എനിക്കറിയാം. അബ്രാഹം താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരറിയാം? കണ്ട, ഊര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഊരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം എന്നാണ് അർത്ഥം അല്ലേ? ഊർ എന്ന പ്രദേശത്താണ്. തമിഴല്ല, അത് ഹീബ്രു ആണ്. ഊർ എന്ന് പറഞ്ഞാൽ പട്ടണം എന്നാണ് അതിന്റെ അർത്ഥം. ഊർ എന്ന് പറയുന്ന ദേശത്താണ് അബ്രാഹം താമസിച്ചിരുന്നത്. അവിടെ വളരെ ധനാഢ്യനായ ഒരു മനുഷ്യനാണ് അബ്രാഹം. മൊത്തവും സ്വത്തിന്റെ പകുതിയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. അത് തന്നെ കുറെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ലോത്തുമായിട്ട് വിഭജിക്കാനായിട്ട് തക്ക രീതിയിൽ ഉണ്ടായിരുന്നു. ലോത്തുകാരാണ് അബ്രാഹത്തിന്റെ സഹോദരൻ അല്ലെ? പിതൃവ്യ സഹോദരനായിരുന്നു ലോത്ത്. ഈ ലോത്തുമായിട്ടാണ് അബ്രാഹം പോകുന്നത്. ഒരു പറ്റും സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഒട്ടകം ഉണ്ടായിരുന്നു, ആടുമാടുകൾ ഉണ്ടായിരുന്നു, ദാസീദാസന്മാരുണ്ടായിരുന്നു. എന്തില്ലായിരുന്നു? അബ്രാഹം സ്വദേശത്തു നിന്ന് പരദേശിയായി ഇറങ്ങി പുറപ്പെടുമ്പോൾ അബ്രാഹത്തിന് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? ആടുമാടുകൾ ഉണ്ടായിരുന്നു, ദാസീദാസന്മാരുണ്ടായിരുന്നു, ഭാര്യയുണ്ടായിരുന്നു, എല്ലാ വസ്തുവകകളും ഉണ്ടായിരുന്നു, സഹോദരനും ഉണ്ടായിരുന്നു. എന്തില്ലായിരുന്നു? സ്നേഹമില്ലായിരുന്നു. സ്നേഹം ഉണ്ടായിരുന്നു, മക്കളില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ എല്ലാ കൃപകളും അബ്രാഹത്തോട് ചേർന്ന് നിന്നിരുന്നു. പക്ഷേ ദൈവം നൽകുന്ന ഒരു എക്സ്ട്രാവഗൻസ് എന്ന് വേണമെങ്കിൽ പറയാം. മക്കളുള്ളത് അനുഗ്രഹമാണെന്നൊന്നും പറയരുത്. ചില അപ്പനമ്മമാര് ഇതൊക്കെ ഉണ്ടായി പോയല്ലോ എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ മക്കളും മിടുക്കന്മാരായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ആദ്യ വെള്ളിയാഴ്ചകളിലെ പ്രാർത്ഥനകളിൽ നമ്മുടെ മക്കളെയൊക്കെ സമർപ്പിച്ച് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. സമർപ്പണ ബുദ്ധിയോടെ രാവിലെ കഞ്ഞി പോലും കുടിക്കാതെ വന്നിരുന്ന പ്രാർത്ഥന ദൈവം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇങ്ങനെ അബ്രാഹം എല്ലാ സുഭിക്ഷതയിലും എല്ലാ സന്തോഷത്തിലും സ്വന്തം മാതാപിതാക്കന്മാരോടും ഭാര്യയോടും കുടുംബത്തോടും ചേർന്ന് ജീവിച്ചു. പക്ഷെ ദൈവം അബ്രാഹത്തെ വിളിച്ചിറക്കുകയാണ്. അവിടുന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? നീ നിന്റെ പിതൃദേശവും സ്വന്തം ഭവനവും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ കാണിച്ചു തരുന്ന ദേശം. നമ്മളാണ് എന്നെടുക്കുന്നത്. അബ്രാഹം നല്ല ഉറക്കത്തിൽ, ഇങ്ങനെ കൂടാരത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോഴാണ് ഈ ഒരു അരുളപ്പാട് സ്വപ്നം പോലെ കിട്ടിയെന്ന് വിചാരിച്ചു. നമ്മളാണ് എന്നെടുക്കുന്നത്. തലയൊന്ന് തുടഞ്ഞിട്ട് ഒറ്റ തിരിയും. എന്നിട്ടൊരു കുരിശൂടെ വരച്ചിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും. മനസ്സിൽ വിചാരിക്കുന്നത് തന്നെ പ്രാർത്ഥനയുടെ കുറവുണ്ട്, അതുകൊണ്ടാണ് സ്വപ്നമൊക്കെ കാണുന്നതെന്ന് പറഞ്ഞ് നമ്മളൊരു കുരിശൂടെ വരച്ച് നമ്മൾ തിരിഞ്ഞു കിടന്നുറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അബ്രാഹത്തിന് ലഭിച്ച ഒന്നാമത്തെ അനുഗ്രഹം എന്തായിരുന്നുവെന്ന് ഇപ്പോൾ ഈ വാക്കിന് തിരിച്ചറിയാം നമുക്ക്. എന്തായിരിക്കും? ഒറ്റ കാര്യമാണ്.
ദൈവത്തിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള കൃപ അബ്രാഹത്തിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള കൃപ അബ്രാഹത്തിനുണ്ടായിരുന്നു. നമ്മളിപ്പോൾ 8 നോമ്പിലൂടെ കടന്നു പോകുക അല്ലെ? ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ ഏറ്റവും ശക്തയായ ഒരു നാരീരത്നത്തെ ഓർക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിനുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെയും പ്രാർത്ഥിക്കുന്നുണ്ട്, കായൽക്കുരിശടിയിലും പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ അല്ലെ? ഇതിന് ചുറ്റുമുള്ള പള്ളി നോക്കിക്കേ. മുഴങ്ങാടി പള്ളിയില് വൈകുന്നേരം കുർബാനയും പ്രാർത്ഥനയുണ്ട്. പുന്നോട് പള്ളിയിൽ അവിടെ കുർബാന നടക്കുന്നുണ്ട്. നമ്മുടെ എത്രയേറെ പള്ളികളിൽ ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ നടക്കുന്നു. ഈ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ ഹിതമറിയുവാനായിട്ട് തയ്യാറെടുത്ത വ്യക്തിയെ അനുസ്മരിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തോട് ചേർത്ത്. ഒന്നാമത്തെ അനുഗ്രഹം, ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ, ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുന്നത് അനുഗ്രഹത്തെ കുറിച്ചാണ് ചിന്തിക്കുക, ബ്ലെസ്സിങ്സിനെ കുറിച്ചാണ് ചിന്തിക്കുക എങ്കിൽ ഒന്നാമത്തെ ക്രൈസ്തവന്റെ അനുഗ്രഹം എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ, നിന്നെ കുറിച്ച്, എന്നെ കുറിച്ച്, നമ്മെ കുറിച്ച് ദൈവത്തിന്റെ ഹിതം എന്ത് എന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഈ തിരിച്ചറിവുള്ള മനുഷ്യരെയാണ് വെളിവുള്ള മനുഷ്യർ എന്ന് പറയുക. വെളിവുള്ള മനുഷ്യർ, ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ കാണും. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ഒത്തിരിയേറെ പേരെ കാണുന്നുണ്ട്. ക്ലോസ് റിലേറ്റ് ചെയ്യാവുന്ന ഒത്തിരിയേറെ വ്യക്തിത്വങ്ങളുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അല്ലെ? സബദീപുത്രന്മാരെ കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. അവിടെ പിതാവായ സബദിയെ വള്ളത്തിൽ ഉപേക്ഷിച്ച്, വലയിൽ ഉപേക്ഷിച്ചിട്ട് ദൈവഹിതം അന്വേഷിച്ച് നിങ്ങൾ എന്നെ പിന്തുടരുക എന്ന് പറഞ്ഞ ഒറ്റ വാക്കിന്റെ മേൽ ഇറങ്ങി പുറപ്പെടുന്ന ആ ശിഷ്യന്മാരെ കുറിച്ച്, യാക്കോബും യോഹന്നാനെ കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കും. സബദീപുത്രന്മാർ, അത് വിശുദ്ധ ഗ്രന്ഥം. അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതം നോക്കി. പൗലോസ്ലീഹയുടെ ജീവിതം നമ്മൾ വായിക്കാൻ നേരത്ത് സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് ഒരു മിന്നലിന്റെ രൂപത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ പിന്നെയുള്ളതെല്ലാം ദൈവത്തിന്റെ ഹിതമാണ് എന്ന് പറഞ്ഞ് ഇനി മേലിൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പറയാൻ ധൈര്യം കാണിച്ചവരാണ് പൗലോസ്ലീഹ. അതുകൊണ്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ ഒരു കത്തെഴുതുമ്പോൾ തന്റെ ദൈവജനത്തെ അഭിസംബോധന ചെയ്ത് എഴുതുന്നിടത്ത് ധൈര്യത്തോടെ പറയുന്നു, ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്, എനിക്ക് ജീവിതം ക്രിസ്തുവും ബാക്കി മരണം നേട്ടവുമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. പൗലോസ്ലീഹ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കാൻ തുടങ്ങുന്നപ്പോഴാണ് നമ്മുടെ റിട്ടയർമെന്റ് പീരീഡില്ല അല്ലേ? മറ്റെല്ലാ ഹിതങ്ങളും അവസാനിച്ചു. മക്കളുടെ ഹിതം അവസാനിച്ചു, ജോലിയുടെ ഹിതം അവസാനിച്ചു അല്ലെ? പഠനത്തിന്റെ ഹിതം, എല്ലാ ഹിതങ്ങളും കഴിഞ്ഞ് ഭൗമികമായിട്ടുള്ളതെല്ലാം അവസാനിക്കുന്നിടത്താണ് നമ്മൾ ദൈവഹിതത്തിന് വേണ്ടി ആരംഭിക്കുന്നത്. ചിന്തിച്ചാരംഭിക്കുന്നവിടെ വെച്ച് അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുക. നാളതുവരെയും ചെയ്തതിന് തെറ്റുകൾ ഉണ്ടായിരുന്നുവെന്നും കുറവുകൾ ഉണ്ടായിരുന്നുവെന്നും നമ്മൾ തിരിച്ചറിയുന്നവിടെ. കാരണം എന്താ? നാളതുവരെയും നമുക്ക് പരിചയമില്ലാത്ത ദൈവത്തിന്റെ വഴികളിൽ ഇറങ്ങി നടക്കുമ്പോഴാ എന്റെ കഴിഞ്ഞ കാല വഴികളിൽ കുറവുണ്ടായിരുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ വഴി തിരിച്ചറിയുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ. അബ്രാഹത്തിന്റെ ജീവിതം നോക്കി അനുഗ്രഹമല്ലായിരുന്നു. ആയിരുന്നു എന്നാ പറയുന്നത്? ആയിരുന്നു. ഞാനെന്തേലും പറഞ്ഞു എന്നുകൊണ്ട് നിങ്ങളത് സമ്മതിക്കരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രാഹത്തിന്റെ ജീവിതം നോക്കിയേ. അബ്രാഹം ഊറെന്ന ദേശത്തായിരുന്നപ്പോൾ അബ്രാഹത്തിന് ഒരു വീടുണ്ട് അല്ലെ? സ്വസ്ഥമായ താമസ സൗകര്യമുണ്ട്, ആവശ്യത്തിന് സമ്പത്തുണ്ട്. പക്ഷെ അബ്രാഹത്തെ കുറിച്ച് മക്കൾ പിന്നെ ഓർത്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് പിന്നെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. എന്റെ പിതാവ് ഈസ് എ വാണ്ടറിംഗ് പേഴ്സൺ എന്നാണ് പറയുക. ഈസ് എ നൊമാഡ് എന്നാണ് പറയുക ഇംഗ്ലീഷില്. അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനായിരുന്നു. സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നവൻ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് ജീവിതത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനായി തീർന്നു. അനുഗ്രഹമാണോ? ആണോ? മാനുഷികമായ കണ്ണുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചേ. നല്ല ഒന്നാമത്തെ ഒരു വീട്, ആ വീടും വിട്ടൊരു സുപ്രഭാതത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് കടത്തിന്മേലൊക്കെ പോയി കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ നമ്മൾ എന്നാ പറയുന്നത്? അവനെ ദൈവം അനുഗ്രഹിച്ച് നമ്മൾ ആരും പറയുമോ? പിന്നെ നിങ്ങൾ എന്നാ പറഞ്ഞത്? അനുഗ്രഹമായിരുന്നു. അതെന്താ പിന്നെ അങ്ങനെ പറയാം? അബ്രാഹാം പിന്നെ വാഗ്ദത്ത ദേശത്ത്, അത് നമ്മൾ വായിക്കുന്ന ഹെബ്രായരുടെ ലേഖനത്തിനാണ് വായിക്കുന്നത്. ഹെബ്രായരുടെ ലേഖനത്തിൽ 10
അധ്യായത്തിൽ കൃത്യമായിട്ട് നമ്മളത് വായിച്ചു കേൾക്കുന്നുണ്ട്. വാഗ്ദാനങ്ങളുടെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമൊപ്പം അബ്രാഹാം കൂടാരങ്ങളിൽ പാർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വാഗ്ദാനങ്ങളുടെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമൊപ്പം അബ്രാഹാം കൂടാരങ്ങളിൽ പാർത്തു. ഇതൊരു ഓർമ്മപ്പെടുത്തല. ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നീ കാണുന്നതല്ല, മാനുഷികമായ കണ്ണുകൊണ്ട് കാണുന്നത്, മനുഷ്യൻ തീരുമാനിക്കുന്നത്, ലോകത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്നതും ലോകം ചിന്തിക്കുന്നതും വിവേചിക്കുന്നതുമല്ല ദൈവത്തിന്റെ അനുഗ്രഹം. തിരിച്ചറിയണം, അല്ലേ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് പോകും, എല്ലാ ദിവസവും പള്ളിയിൽ പോകും, ഉണ്ടായിരുന്ന മക്കളെയൊക്കെ ദൈവവിളിക്ക് പറഞ്ഞയച്ചു, എന്നിട്ടും ആ കുടുംബത്തിനെന്താ കഷ്ടത വന്നേ നമ്മൾ അന്വേഷിക്കാറുണ്ട്. എല്ലാ ദിവസവും എല്ലാ ധ്യാനങ്ങളിലും പങ്കെടുക്കും, എല്ലാ പ്രാർത്ഥനകളും ചൊല്ലും, ആഴ്ചയിൽ 2-3 തവണ കുമ്പസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കും. പക്ഷെ ആ കുടുംബം എന്താ ആ തകർച്ചയിലൂടെ കടന്നുപോയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കാറില്ലേ? ചിന്തിച്ചിട്ടില്ലേ? ഉണ്ട്. ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുമ്പോൾ നമ്മൾ ഓർക്കും, കർത്താവ് പള്ളിയിൽ ഇറങ്ങാത്തൊരു കുടുംബമാണ്, അതിന്റെ എന്നാ അതിന് സംഭവിക്കുന്നേ? ദൈവമേ, നീ ഇത്ര ക്രൂരനാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ചില കടന്നുപോകലുകളൊക്കെ കാണുമ്പോൾ മനോഹരമായ ഓർമ്മയുണ്ട് എൻ്റെ മനസ്സിൽ. കൊറോണ കാലഘട്ടത്തിൽ ഞാൻ അതിലും കൂടെ ഇടവക ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടമാണ്. 2019, 2021 കാലഘട്ടത്തിൽ 2018 തൊട്ട് ഞാൻ അതിനും കൂടെ ദേവാലയത്തിന്റെ ഭാഗമായിരുന്നു. അവിടെ കൊച്ചനായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ കൊറോണയുടെ സമയത്ത് എല്ലാ ദിവസവും രാവിലെ ഞാൻ വിചാരിച്ചത് നടക്കാനായിട്ട് പുറത്തിറങ്ങും. നടന്നിട്ടൊന്നും കൂടെ ഒത്തില്ല, അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതാണോ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഞാൻ വിചാരിച്ചത് എല്ലാ ദിവസവും നടക്കാനായിട്ട് പുറത്തിറങ്ങും. നടക്കാനിറങ്ങുമ്പോൾ ആദ്യമേ കാണുന്നൊരു വ്യക്തിയുണ്ട്. അതിനും കൂടെ ദേവാലയത്തിന്റെ നടയിൽ ആദ്യം കാണുന്നൊരു വ്യക്തിയുണ്ട്. ദേവസ്യാച്ചൻ എന്ന് പറയും. നല്ലൊരു മനുഷ്യൻ, ഭക്തനായിട്ടുള്ളൊരു മനുഷ്യൻ. എല്ലാ ദിവസവും രാവിലെ വരും. ഈ മനുഷ്യന് 4:30 ഞങ്ങൾ നടക്കാനിറങ്ങുമ്പോൾ പള്ളി മുറ്റത്തുണ്ട്. കപ്പ്യാരിൽ 5:15 കഴിയുമ്പോഴാണ് 3 കപ്പ്യാരന്മാരുണ്ട്. അതിലും കൂടെ പള്ളിയിൽ ഒരേ സമയത്ത് വലിയ പള്ളിക്ക് തന്നെ 3 കപ്പ്യാരന്മാരുണ്ട്, പിന്നെ കൊച്ചു പള്ളിക്ക് ഉണ്ട്. അപ്പൊ ഈ കപ്പ്യാർ വരുന്നതിന് മുൻപേ വരുന്നൊരു മനുഷ്യൻ ദേവാലയത്തിന്റെ നടയിൽ ആദ്യമേ വികാരിച്ചിന്റെ കൂട്ടത്തിൽ ഒരു റൗണ്ട് നടക്കും. വികാരിച്ചൻ കൊന്ത എഴുതുന്നതിന്റെ കൂട്ടത്തിൽ ഒരു റൗണ്ട് നടന്നു കൊന്തേ വരും. അത് കഴിഞ്ഞിട്ട് കൊച്ചച്ഛൻ കൊന്ത എഴുതുമെന്ന് അറിയാനായിട്ട് എൻ്റെ അടുക്കൽ വരും. എന്നിട്ട് കൊച്ചു വർത്താനമൊക്കെ പറയും, ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ചിലപ്പോൾ അത് കഴിയുമ്പോൾ വികാരിച്ചനോട് ചേർന്ന് ഈ മനുഷ്യൻ വികാരിച്ചൻ കുമ്പസാരക്കൂട്ടിലേക്ക് കൂടെ പോകുന്നത് കാണാം. അവിടെ പോയിരുന്ന് നിത്യാരാധന പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതും താഴത്തെ വികാരിച്ചനൊക്കെ പോയി കുമ്പസാരിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ശക്തമായ ഭക്തി ജീവിതത്തിൽ പുലർത്തിയിരുന്നു. ഇത്രയും ദൈവാനുഭവമുള്ള ഒരു മനുഷ്യനെ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഒരു പ്രദക്ഷിണം വരുമ്പോൾ മുൻപിൽ കുരിശെടുക്കാനായിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കൂടെയുള്ള ഒരു മനുഷ്യൻ, എല്ലാ മരിച്ചടക്കങ്ങളും കൃത്യമായി പങ്കെടുക്കുന്ന ഒരു മനുഷ്യൻ. നമ്മുടെ ഇടയിലും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ, അല്ലെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ഈ ഇത്രമാത്രം പള്ളിയോട് അടുപ്പമുള്ളൂ. 4:30 രാവിലെ പള്ളി മുറ്റത്ത് വരുന്ന ഈ മനുഷ്യൻ ഒരു 7-7:30, 8 മണി വരെ പള്ളിയിലുണ്ട്. അവിടെ നിത്യാരാധന ചാപ്പലുമൊക്കെയായിട്ട് അവിടെ ഉണ്ട്. അതിനുശേഷമാണ് പുറത്തോട്ടിറങ്ങി പുറത്തുള്ള ഒരു ചായക്കടയിൽ ഒരു ചായ കുടിച്ചിട്ട് വീട്ടിലൂടെ പോകുന്നത്. ഈ നിത്യമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നതാണ്. വൈകുന്നേരവും വരും, എന്നിട്ട് കുരിശിൽ വന്ന് എണ്ണ ഒഴിക്കും. വൈകുന്നേരം നൊവേന പ്രാർത്ഥനയിൽ പങ്കുകൊള്ളും. നിത്യാരാധന ചാപ്പൽ 8:15 നടക്കുമ്പോൾ ഈ മനുഷ്യൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ചാപ്പൽ അടച്ചതിന് ശേഷം കൊണ്ടുപോകുന്നു. ഇനി ഞങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ചായനോട് പറയണം ചാപ്പൽ അടച്ചിടും, പക്ഷേ ആരാധന അടയ്ക്കണ്ട, ഞങ്ങളൊന്നും അടച്ചപ്പോൾ ചാപ്പലൊന്നും ചാരി കഴിഞ്ഞാൽ അച്ചായനോട് പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും തിരക്കൊണ്ട് പറയണം, അതും ചെയ്തു. അതുപോലെയുള്ള ഒരു മനുഷ്യൻ ഈ കൊറോണ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം പള്ളി വരാൻ പറ്റുന്നില്ലെന്നുള്ളതായിരുന്നു. എന്നെ ഇടയ്ക്കൊക്കെ ഫോണിൽ വിളിക്കും, അച്ഛാ ഇന്ന് കുർബാനയില്ലയോ? കുർബാനയിൽ വെച്ചാൽ പ്രൈവറ്റായിട്ടായിരിക്കും അല്ലേ? നാളെ ഞാനും കൂടെ വന്നിട്ട് അച്ഛാ വരാനായിട്ട് നിവൃത്തിയില്ല, ഇത്രയും ദൂരം വരണ്ടേ? അച്ഛനൊന്നും ഒരിക്കലും പുറത്തിറങ്ങാനായിട്ട് പറ്റില്ല. കാരണം ഉണ്ടല്ലോ, സർക്കാരിന്റെ ഓർഡിനൻസ് ഉണ്ട്, 70 വയസ്സിന് ശേഷമുള്ളവർക്ക് പുറത്തിറങ്ങാനേ പാടില്ല. അങ്ങനെ പ്രത്യേക ഓർഡിനൻസ് ഉള്ള സമയത്താണ് അച്ഛൻ എല്ലാ ദിവസവും വിളിക്കും, ആഗ്രഹത്തോട് വിളിക്കും, അച്ഛൻ ആ കുർബാന അച്ഛൻ പോക്കറ്റിലിട്ട് കൊണ്ടുവരാൻ, എനിക്ക് കുർബാന ശരി. ഞാൻ പറഞ്ഞ അതൊന്നും പറ്റത്തില്ല, നമുക്ക് ഇപ്പം ഭവനങ്ങളിലൊന്നും പോകാൻ പറ്റാത്ത സമയത്ത് ഒരു ദിവസം ഞാൻ കേൾക്കുന്നു അച്ഛൻ ആശുപത്രിയിലായി എന്ന് കേൾക്കുന്നു. ഏതാണ്ട് 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ മരണപ്പെട്ടെന്നാണ് പിന്നെ കേൾക്കുന്നത്. സ്നേഹമുള്ളവരെ, മെഡിക്കൽ കോളേജിന്റെ ഐസൊലേഷൻ വാർഡിൽ വെച്ചാണ് അച്ഛൻ മരിക്കുക. കൊറോണ ഉണ്ടായിരുന്നു സ്ഥിരീകരിക്കപ്പെട്ടു. അച്ഛൻ മരണം മൂലം കടന്നുപോയി. മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മുടെ മാങ്ങാനം വഴിയുള്ള റോഡുണ്ട്, ആ റോഡിലാണ് അച്ഛനെ കൊണ്ടുവരിക ദേവാലയത്തിലേക്ക്
അച്ഛൻ്റെ മൃതദേഹം ദേവാലയത്തിൽ ഒന്ന് കയറ്റുവാൻ പോലും സാധിക്കാതെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹം ബാക്കി നിർത്തി ഈ മനുഷ്യനിങ്ങനെ കടന്നു പോവുകയാണ്. ആദ്യമായി ഒത്തിരിയേറെ സങ്കടവും ദൈവത്തോട് പരിഭവവും തോന്നിയ വളരെ കുറച്ച് നിമിഷങ്ങളിൽ ഒരു നിമിഷമായിരുന്നത്. ഞാനാണ് അടക്കിന് പോയത്. കാരണം എല്ലാ അച്ഛന്മാരും 3-4 അച്ഛന്മാരെ ഞങ്ങളവിടെ ഉണ്ട് ഒരേ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛനെ അടങ്ങിക്കോളാം, എൻ്റെ വാർഡിൻ്റെ എനിക്ക് ചുമതലയുള്ള വാർഡിലെ അച്ഛനാണ്. അങ്ങനെ ഈ അടക്കിന് പോയപ്പോൾ ആർക്കും ഈ അടക്കിന് പങ്കെടുത്തത് ഞാനും കപ്പിയാരച്ചനും സന്നദ്ധ പ്രവർത്തകരും മാത്രമാണ്. മക്കളൊക്കെ നേരത്തെ വന്ന് അവർ കണ്ട് അവർ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും അവരെ ഐസൊലേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആരും സാക്ഷ്യം നിൽക്കാത്ത, അനേകം മരണാനന്തര കർമ്മങ്ങൾക്ക് സാക്ഷ്യം നിന്നൊരു മനുഷ്യൻ, പ്രാർത്ഥനകൾ കൂട്ടുനിന്നൊരു മനുഷ്യൻ, അനേകരെ സ്വർഗത്തിലേക്ക് അയക്കുവാനായിട്ട് ആദിനങ്ങളുടെ ചരിത്രത്തിൽ കൂടെ നിന്ന ഒരു മനുഷ്യന്റെ ഒരു കടന്നുപോകൽ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ഒറ്റയ്ക്ക് ആരുമില്ല. അവരെടുത്ത് മൃതദേഹം എടുത്ത് ക്രിമറ്റോറിയത്തിൽ വെച്ച് ദഹിപ്പിക്കുന്ന സമയം വരെ സാധാരണ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട് തിരിച്ചു പോകാമെന്നുള്ളതാണ് അച്ഛന്മാർക്കും ഒക്കെയുള്ള ഏറ്റവും ചെറിയ കർമ്മം. ഒത്തിരി നീണ്ട കർമ്മവുമല്ല. പക്ഷെ അന്ന് ഞാൻ കുറേ സമയം അവിടെ വണ്ടിക്കുള്ളിൽ അച്ഛൻ്റെ മൃതദേഹത്തിന്റെ അവസാന കർമ്മങ്ങൾ നടത്തി ഞാൻ അവിടെ ഇരുന്നു. പ്രാർത്ഥന സമയത്തൊക്കെ ഞാൻ ഓർത്തിരുന്നൊരു കാര്യം എന്നാണ്, ദൈവം ഇത്രമാത്രം ക്രൂരനായിരുന്നല്ലോ. ഇതൊരു അനുഗ്രഹമാണോ? അച്ഛനെ കടന്നുപോകൽ ഒരു അനുഗ്രഹമായിരുന്നു എന്നൊക്കെ ഞാനിരുന്ന് ആലോചിച്ചു. സ്നേഹമുള്ളവരെ, മാനുഷികമായ നേത്രങ്ങളിൽ അതൊരു അനുഗ്രഹമല്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അച്ഛൻ ഒത്തിരിയേറെ അസുഖങ്ങളുണ്ടായിരുന്നു. അച്ഛൻ്റെ പ്രാർത്ഥന ആരെയും ബുദ്ധിമുട്ടിക്കാതെ കടന്നു പോകണമെന്നായിരുന്നു. കണ്ടോ, എടുത്തുകൊണ്ട് പോകുവാനായിട്ട് പള്ളിയിൽ വരുന്ന ആളുകളെ പോലും ബുദ്ധിമുട്ടിക്കാതെ, വികാരീശ്വരെയോ കൊച്ചന്മാരെയോ ഒരു പ്രസംഗം പോലും പറയാൻ ബുദ്ധിമുട്ടിക്കാതെ ചെയ്ത് സ്വർഗത്തിലേക്ക് കടന്നുപോയി. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന അച്ഛൻ സ്വർഗത്തിനാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള ചില ബോധ്യങ്ങളിൽ നിന്നാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. നമുക്ക് ലഭിച്ച അനുഗ്രഹം കൊണ്ട് മറ്റൊരാളെ കൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ലോട്ടറി എടുത്തു വിടുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 10 ലക്ഷം രൂപയുടെ ലോട്ടറി ടിക്കറ്റാണ് ഞാൻ എടുത്തത്. അതിൽ കൂടുതലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. 5 ലക്ഷം രൂപ സർക്കാർ ഇൻകം ടാക്സിൽ പിടിക്കും എന്ന് ഞാൻ വിചാരിക്കണം. 5 വരെ ഉള്ളത് പിടിക്കും. ഇതിനുള്ളിൽ ഏതാണ്ട് 3-3.5 ലക്ഷം രൂപയോളം ഇൻകം ടാക്സ് അടയ്ക്കണം. ബാക്കിയുള്ളത് നമുക്ക് കിട്ടും അല്ലെ. 100 രൂപയുടെ ലോട്ടറിക്ക് നമുക്ക് എത്രയും പൈസ കിട്ടുമ്പോൾ നമ്മൾ പറയുന്നത് ദൈവാനുഗ്രഹമാണ് അല്ലെ. അങ്ങനെ പറയും അല്ലെ. കാരണം ആ ലോട്ടറി എടുത്ത അനേകായിരങ്ങളുണ്ട്. ആ ലോട്ടറി വിറ്റ് തന്നെയാണ് നമ്മുടെ പൈസ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. വേറെ ലാഭം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു പങ്ക് മാത്രമേ സർക്കാർ നമുക്ക് തരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ പറയുന്നത് അവൻ ഭാഗ്യമുള്ളവനാണ്, അവൻ ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവൻ, അവന് ലോട്ടറി അടിച്ചു നമ്മൾ പറയും അല്ലെ. ആ അനുഗ്രഹം കൊണ്ട് വേറെ എന്തെങ്കിലും ഉപകാരം ഉണ്ടാകും. മനസ്സുള്ളവനാണെങ്കിൽ ചിലപ്പോൾ 1-2 പേരെയൊക്കെ കൂടെ അതൊരു അനുഗ്രഹമായിട്ട് മാറും. അതില്ലാത്തവനാണെങ്കിലോ അവൻ ലോട്ടറി ബാങ്കിൽ നിന്ന് ലോട്ടറിക്കാർ പറയുന്നതനുസരിച്ച് പിന്നെ അതെങ്ങനെ ചെലവാക്കാം, അതെങ്ങനെ നിലനിർത്താം എന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, അനുഗ്രഹം കാത്തു സൂക്ഷിക്കാനായിട്ട്, ഒളിച്ചു വെക്കുവാനായിട്ട്, മറച്ചു വെക്കുവാനായിട്ടുള്ളതല്ല. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള തെളിവ് കിട്ടുന്നത് താലന്തുകളുടെ ഉപമയിലാണ്. താലന്തുകളുടെ ഉപമ, താലന്ത് അല്ലെ. താലന്തുകളുടെ ഉപമ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ഒരു യജമാനൻ തന്റെ ഭൃത്യന്മാരെ 3 പേരെ വിളിച്ചിട്ട്, ഒരാൾക്ക് 5 താലന്ത്, ഒരാൾക്ക് എത്ര 2 താലന്ത്, ഒരാൾക്ക് 1 താലന്ത് കൊടുത്തിട്ട് വിദേശത്തേക്ക് പോവുകയാണ്. 5 താലന്ത് കിട്ടിയവൻ എന്നാണ് പോയി ആ 5 കൊണ്ട് 5 കൂടി സമ്പാദിക്കും ഇല്ലേ. 5 ഉപയോഗിച്ചിട്ട് 5 കൂടി സമ്പാദിക്കും. 2 താലന്തുള്ളവന് 2 ഉപയോഗിച്ച് 2 കൂടി സമ്പാദിക്കും അല്ലെ. 1 താലന്തുള്ളവന് നടുക്കും. ഒരു തൂവാല ഉണ്ടായിരുന്നു. ആ തൂവാല കുഞ്ഞിട്ട് മണ്ണിൽ കുഴിച്ചെടുക്കും. അനുഗ്രഹങ്ങൾ കുഴിച്ചിട്ടാൽ പിന്നെ എന്താ സംഭവിക്കുക? ആ അനുഗ്രഹം പിന്നെ ശാപമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് ജീവിതത്തിൽ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട് ദൈവം. നന്നായി സംസാരിക്കാനായിട്ടുള്ള അനുഗ്രഹം, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ടുള്ള അനുഗ്രഹം, മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടുള്ള അനുഗ്രഹം, പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അനുഗ്രഹം, കൃപയിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹം, ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ കുറ്റം പറയാതിരിക്കാനായിട്ടുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാകും. ഈ അനുഗ്രഹം കുടിച്ചിട്ടാ തീർന്നു. അനുഗ്രഹം കുടിച്ചിട്ടാൽ അനുഗ്രഹം പിന്നെ അനുഗ്രഹമല്ല, പിന്നെ അതെന്താണ്? അതിന്റെ പേരിൽ നമ്മൾ തൂങ്ങേണ്ടി വരും. ഭൃത്യന്മാരുടെ യജമാൻ തിരിച്ചു വരുന്നു.
സമയത്തിന്റെ പൂർത്തീകരണത്തിൽ യജമാനൻ തിരിച്ചു വരും. ഈ ഏലിയാസ് നിയമമോശക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം അതാ. സമയത്തിന്റെ പൂർത്തീകരണത്തിൽ he will come back. അല്ലേ? ദൈവം രണ്ടാമത്തെ വരവിനുണ്ട്. ഈശോ രണ്ടാമത് വരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണ് ആദ്യം കത്തോലിക്ക സഭ ഇപ്രകാരം പ്രാർത്ഥിച്ചു, നാഥ വരയണമേ, വേഗം വരയണമേ എന്ന് ആദ്യം കത്തോലിക്ക സഭ പ്രാർത്ഥിച്ചത്. ഇങ്ങനൊരു പ്രാർത്ഥന നമുക്കില്ലേ? ഉണ്ടോ? മിഖായേൽ പുഷ്പാലയോട് പോയിട്ട് ആരെങ്കിലും നാഥ വേഗം വരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നവര്? അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ, പെട്ടെന്ന് വരണേ എന്ന് നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തില് ക്രൈസ്തവ സഭയിൽ നാം വിശ്വസിക്കുന്നതും നാം ജീവിക്കുന്നതും മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തെ ത്വരിതപ്പെടുത്താൻ പ്രാർത്ഥന കൊണ്ട് ത്വരിതപ്പെടുത്തുക എന്ന് പറയും. അതിങ്ങനെ ഒരു ആറ്റോമിക് സർക്കിളില് ലിഡിയം കണ്ടു നിൽക്കുന്നത് പോലെയാണ്. അതിന്റെ പ്രവർത്തനം എന്താണ്? ഇതിനെ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രവർത്തനത്തെ. അതുപോലെ നമ്മുടെ ജീവിതം, ക്രൈസ്തവ ജീവിതം എന്തിനാണ്? അത് ത്വരിതപ്പെടുത്തുവാനാണ്. ദൈവത്തിന്റെ കൃപകളാല്, അനുഗ്രഹങ്ങളാല് ഈ ലോകത്തെ അനുഗ്രഹദായകമാക്കി തീർത്ത് ലോകത്തിന്റെ അതിർത്തികൾ വരെ മിശിഹായെ കൈമാറി ലോകത്തെ മുഴുവൻ അനുഗ്രഹത്തിന്റെ കൃപയുടെ ആ ഒരു വലിയ അളവ് കൊണ്ട് നിറച്ച് മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ തത്തപ്പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന, പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന, വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന, ധ്യാനിക്കുന്ന ഒരു ജനമുണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ദൈവത്തെ അറിയുന്ന ഒരു ജനമുണ്ട് എന്നാണ്. അല്ലെ? ദൈവത്തെ അറിയുന്നു. അങ്ങനെ ഒരു അർത്ഥമില്ല ഇതിന്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ സമ്മതിച്ചു വരുവാണ്. ഒരു ഉഷാറില്ലല്ലോ. രാവിലെ കണ്ടുപിടിക്കാത്തതാണ്. എല്ലാവരും ഉപവാസമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ട് അച്ഛൻ എല്ലാവരും ഉപവാസമാണോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ലെന്ന് എനിക്കറിയാം. ഒരു കാലിച്ചയിലും കുടിച്ചിട്ട് പോകണം കേട്ടോ. അതിൻ്റെ ഒരു ഉശിര് കാണിക്കുന്നില്ല. കത്തുള്ളിക്കാർക്ക് ഇതിലേറെ ആത്മധൈര്യവും ശക്തിയുമുള്ളവരാണെന്ന് എനിക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്വരമൊന്നും വെറുതെ പ്രൈസിനോട് പറയുന്നതിന് പ്രശ്നമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ സ്വരം കൂടുതലായതുകൊണ്ട് ഇച്ചിരി ഒന്ന് കുറയ്ക്കാൻ പറ്റില്ല. മൈക്കിന്റെ വോളിയം കുറച്ച് കുറയ്ക്കുവാണെന്നല്ല, ഇത്ര പോലും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലേ? ഉണ്ടോ? അത്യാവശ്യം മനസ്സിലാകുന്നില്ല. ഇത്ര ഇങ്ങനെ പിടിച്ചാൽ മതി അല്ലേ? ഇത് മതി. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന സംഭവം അനുഗ്രഹത്തെ കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന, പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന, കൂദാശകൾ സ്വീകരിക്കുന്ന, എനിക്ക് തത്തപ്പള്ളിക്കാരെ കുറിച്ച് അഭിമാനത്തോടെ എന്റെ നാടിനെ കുറിച്ച് എവിടെ പോയാലും പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എവിടെ പോയാലും പ്രസംഗത്തിൽ പറയുന്നത് നിങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിരുന്ന, എന്നാലും ഒന്ന് ചിരിഞ്ഞൊളിഞ്ഞു ഞാൻ പറയാം. സംഭവം ഇതാണ്. ഇവിടെ പള്ളി കണ്ടിരിക്കുന്ന സൗണ്ട് കേട്ട് ചെയ്യാൻ രാവിലെ ഒരു കുർബാന കണ്ടിട്ട് പോകുന്ന അമ്മച്ചിയാണെങ്കിൽ പുറത്തോടെ ഇങ്ങനെ പോകുമായിരിക്കും. പാവം വെച്ച് ഒറ്റയ്ക്കകത്ത് കുർബാന കൊണ്ടുമായിരിക്കും. ചൂടിക്കയൊരു കുർബാന കൊണ്ട് അമ്മച്ചിമാരുടെ നാടായിരുന്നു. വേറൊരു നാട്ടിലും അങ്ങനെയൊന്നുമില്ല. ചില കുറവ് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാലും ഉണ്ട്. നമ്മുടെ ഈ ഒരു ആലപ്പുഴ ഈ ഒരു മേഖലയിലാണ്, എൻ്റെ പള്ളിയിലും ഇത് തന്നെയാണ്. എനിക്കറിയാം ഇതിന്റെ ഒരു റിപ്ലിക്കയാണ്, ഇതിന്റെ ഭാഗതയുമായിട്ടുള്ളത്. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനാണ് പിന്നെ ഇവിടെ ഉള്ളത്. എനിക്കറിയാം പള്ളിയിൽ ഇടിച്ച ആൾക്കാരാണ്. കുർബാനയുടെ ദിവസങ്ങളിൽ പോലും 2 സിസ്റ്റേഴ്സ് ഞാനും കൂടെ കുർബാന കൊടുത്ത് തീർക്കുന്നത്. എല്ലാ ദിവസവും പള്ളി വരുന്ന ഒരു വലിയ ജനമുള്ള, ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുന്ന, പരിശുദ്ധ കുർബാനയോട് സ്നേഹമുള്ള, ഭക്തിയുള്ള, പരിശുദ്ധ കുമ്പസാരം കൃത്യമായി കഴിക്കുന്ന, കൂദാശകളോട് ആദരവുള്ള, സഭയെ സ്നേഹിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നതിന്റെ തെളിവാണ് നമ്മുടെ ഇവിടെ ഈ ദേവാലയത്തിലായിരിക്കുന്നതും നമുക്കൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും അത് ശരിയാണ്. സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളൊന്ന് ചോദിച്ചോട്ടെ, എന്തിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇവിടെ ഒരു സമൂഹമായിരിക്കുക? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനു വേണ്ടിയാണ്? അവിടെ ഇതിനൊക്കെയുള്ള ഉത്തരമാണ് ഇന്നത്തെ വിചിന്തനത്തിന്റെ അവസാനത്തേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട്. ഇനി അബ്രാഹത്തിന്റെ ചിന്തയിലേക്ക് തിരികെ പോകും. ഞാൻ പറഞ്ഞു വന്നത് അനുഗ്രഹത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അബ്രാഹത്തെ വിളിക്കുമ്പോൾ ദൈവം പറയുന്നു, നീ ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം, അവിടെ ഞാൻ പറയുന്നത് പോലെ ജീവിക്കണമെന്ന് പറഞ്ഞു. അബ്രാഹം ഇങ്ങനെ വന്ന് അവിടെ നിന്ന് ഇറങ്ങി വാഗ്ദത്ത ദേശം, അല്ലെങ്കിൽ ദൈവം കാണിച്ചു തരുന്ന ഒരു സ്ഥലത്തേക്ക് പോകാമെന്നുള്ള പ്രത്യാശയിൽ ദൈവം ഇങ്ങനെ കാണിച്ചു തരുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹത്തിനോട് നീ ഇവിടെ നിന്നു അല്ലെ? അവിടെ മാമ്രയുടെ ഓക്കുമരത്തിന് കീഴിൽ അബ്രാഹം ബലിപീഠം പണിയുന്നത്, ദൈവത്തെ ആരാധിക്കുന്ന സംഭവമൊക്കെ നമ്മൾ വായിച്ചു വരുന്നുണ്ട്. അവിടെ ഇരുന്നാണ് അബ്രാഹത്തിന് ദൈവാനുഭവം ഉണ്ടാകുന്നത്. 3 ദൂതന്മാര്, അത് പരിശുദ്ധ തൃത്വമാണ് എന്ന് നമ്മൾ പറയപ്പെടുന്നു. ചില ദേവാലയത്തിന്റെ മുകളിൽ പരിശുദ്ധ തൃത്വത്തെ കുറിച്ചുള്ള ഐക്കണുകളില് ആ സംഭവം, അബ്രാഹത്തിനുണ്ടായ ആ ഒരു ഇതാണ് സംഭവം, ആ ഒരു വിഷനാണ് അവർ വരച്ചു വെച്ചിരിക്കുന്നത്. 3 പേര് അബ്രാഹത്തെ കാണാൻ വരുന്ന സംഭവം നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അത് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വായിച്ചിട്ടില്ലേ? ഉണ്ട്. 3 പേര് കാണാനായിട്ട് വരുന്നുണ്ട്. അവർ
അവർ വരുന്നുണ്ട്. ഇങ്ങനെ 3 പേര് അബ്രഹാം ഇങ്ങനെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് വൈകൂട്ടേക്ക് വിട്ട് ഒരു ഒട്ടത്തിന് താഴെടുത്ത് മാമൂലയുടെ ഉപ്പുമരത്തിന് കീഴിൽ കാലത്ത് നീട്ടിയിരിക്കുമ്പോൾ ദൂരത്തേക്ക് കണ്ണെത്തി നോക്കാൻ നേരത്ത് 3 പേര് നിഴൽ പോലെ അവിടെ നിന്ന് നടന്നു വരുന്നു. അല്ലേ? അബ്രഹാം ചാടി എഴുന്നേറ്റ്. വരുന്നവര് സാധാരണക്കാരല്ല. ദൈവത്തിന്റെ ഹിതം ദൈവത്തെ തിരിച്ചറിയുന്നതിന് തുല്യമാണ്. ആ വരുന്ന 3 പേര് ഞാൻ വിചാരിക്കുന്നില്ല ആ വഴിയിൽ ആദ്യമായിട്ടാണ് 3 ആളുകൾ നടന്നു പോകുന്നത്. നിങ്ങളങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? 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 ഇല്ല, ആദ്യമായിട്ടല്ല. തത്തപ്പള്ളിക്കൊള്ളയുടെ ഇവിടെ നിന്ന് 3 പേര് ഇങ്ങനെ നടന്നു പോകുന്ന കാണുമ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ? ഇല്ല. നമ്മുടെ വീട്ടിലിരിക്കാൻ നേരത്ത് നമുക്കങ്ങനെ തോന്നാറുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മുടെ വീട്ടിൽ അത് കൂടെ എത്ര പേര് നടന്നു പോകും. അബ്രാഹാം ഇതുപോലെ ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് 3 പേര് നടന്നു വരുന്നു. അബ്രാഹാം വരുന്നു, അവരെ കുമ്പിട്ട് വണങ്ങിക്കൊണ്ട് പറയുന്നു, യജമാനന്മാരെ, ഈ ദാസനെ കടന്നു പോകരുതേ. എന്നിൽ നിങ്ങൾ തൃപ്തനാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ആഹാരം കഴിച്ചൊരൽപ്പം വിശ്രമിച്ച് ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അബ്രാഹാം ഉടനെ തന്നെ ചെല്ലുന്നു. സാറായെ കൊണ്ട് അപ്പം ഉണ്ടാക്കുന്നു, വൃത്തിനെ കൊണ്ട് മൂരിയിറച്ചി തയ്യാറാക്കുന്നു. അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയതിനു ശേഷം അബ്രാഹാം അവർക്ക് ആഹാരം കൊടുക്കുന്നു. അല്ലെ? ഇതെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെയാണ് സംഭവങ്ങൾ. എൻ്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവള് കൂടാരത്തിലുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, മക്കൾ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. സാമാന്യ ചോദ്യമാണ്. അബ്രാഹാം മക്കളില്ല. അപ്പം പറയുന്നത് എന്താണ്? അടുത്ത വസന്തത്തിൽ ഞാൻ വീണ്ടും ഇതിലും വഴി കടന്നു പോകും, അപ്പോൾ നിനക്ക് മക്കളുണ്ടായിരിക്കും. അല്ലെ? അവിടെ അകത്തിരിക്കുന്ന ആളുടെ പേരെന്നാണ്? കൃത്യമായിട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിക്കണേ. എങ്ങനെ? അകത്ത് നിൽക്കുന്ന സംഭവത്തിൽ സാറായി എന്നാണ്. സാറായി എന്നാണ്. അബ്രാഹത്തെ വിളിക്കുന്ന സംഭവം നടക്കുന്ന 12-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ അബ്രാഹത്തിന്റെ പേരെങ്ങനെ? അബ്രാം. കേട്ടോ, അബ്രാം എന്നാണ്. അബ്രാം. ഈ പേരിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതിനകത്തൊക്കെ വളരെ ശക്തമായ അർത്ഥവും ദൈവശാസ്ത്രവും ഒളിഞ്ഞിരിപ്പുണ്ട്. ചുമ്മാ ഒന്നും എഴുതി വെച്ചിരിക്കുന്നില്ല. അപ്പൊ അകത്തേക്കുന്ന സാറായി അവിടെ നിന്ന് ചിരിക്കും. അല്ലെ? അപ്പം ചോദിക്കും, അവിടെ നിന്നകത്ത് നിന്ന് ചിരിച്ചെന്ന് ചോദിക്കും. ചിരിച്ചില്ലെന്ന് പറയും. ഈ ചിരിക്കുക തന്നെ ചെയ്തെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ദൈവം ഇങ്ങനെ അനുഗ്രഹവും കൊടുത്ത് കടന്നു പോകും. അല്ലെ? പിന്നെ ഇൻ ബിറ്റ്വീൻ ഇവരുടെ പേരും ദൈവം മാറ്റുന്നുണ്ട്. അബ്രാം, നിന്റെ പേര് അബ്രാം, നീ മേലിൽ അബ്രാഹം എന്ന് വിളിക്കപ്പെടും. സാറായിയെ നീ സാറ എന്ന് വിളിക്കണം. പേര് മാറ്റി. അല്ലേ? പേര് മാറ്റി. മാമോദിസ നോക്കി. ദൈവം വന്നു, പേര് മാറ്റി, മാമോദിസ നോക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമാനമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ലേ? ഇല്ലേ? ഇല്ലേ? ഇവിടെ മാമോദിസ തൊട്ടി എവിടെയാണ്? ഇവിടെ അല്ലേ? അവിടെ ഉണ്ടാകുന്നുണ്ടോ? കളഞ്ഞാണ് ഇവിടെ. പണ്ട് മാമോദിസ തൊട്ടിയുടെ പുറകെ വിളിച്ചു നിന്നിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ മാമോദിസയുടെ ദിവസം നമ്മുടെ ജീവിതത്തിൽ നടന്ന സംഭവം ഇതാണ്. അല്ലേ? നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അവനെ കയ്യിലെടുത്ത് നമ്മൾ കുട്ടൻ, മോനെ, അപ്പു, അല്ലെ? ഇപ്പം കുറെ വേറെ കുറെ പേരൊക്കെ ഇടും നമ്മള്. അല്ലെ? പേരൊക്കെ നമ്മളിടും. ഇപ്പൊ പേര് പറഞ്ഞാലേ ഉള്ളൂ, പേര് ചേർത്താണ് രജിസ്റ്റർ ചെയ്യുന്നത്. പണ്ടൊക്കെ എന്റെ ബർത്ത് രജിസ്റ്ററിൽ, എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കഴിഞ്ഞിടയ്ക്ക് ഞാൻ പേര് എഴുതി ചേർത്ത്. ഒരു പാസ്പോർട്ട് ആവശ്യമുള്ള പേര് എഴുതി ചേർത്ത്. പേരില്ല ബർത്ത് സർട്ടിഫിക്കറ്റ്. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. സൺ ഓഫ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട് അവർ എഴുതിയ തരത്തിലുള്ളായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നിർബന്ധമാണ് പേര് ഉൾപ്പെടെ കൊടുക്കണം രജിസ്ട്രേഷനിൽ. അല്ലെ? ആ പേരുമായിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ആ പേരാണോ പറയുന്നത് ഇവിടെ? പിന്നെന്താണ്? ഒരു റീനെയിമിംഗ് നടക്കും. അല്ലെ? ഒരു പേരുമാറ്റം നടക്കുന്നുണ്ട്. നീ എന്ത് വിളിക്കപ്പെടുന്നോ അതല്ല മേലിൽ. ഇന്നു മുതൽ നീ ദൈവത്തിന്റെ ഇന്നയാളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹീതരാണ് എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ് നമ്മുടെ ഈ പേരുമാറ്റം. അല്ലെ? അബ്രാം എന്ന് വിളിക്കപ്പെട്ടിരുന്നവൻ, സാറായി എന്ന് വിളിക്കപ്പെട്ടിരുന്നവള് ഇന്ന് തൊട്ട് അന്നമ്മ എന്ന്, മറിയം എന്ന്, അല്ലെങ്കിൽ ഇപ്പുറത്ത് വരാൻ തരുന്ന ജോസഫ് എന്ന്, അല്ലെങ്കിൽ അബ്രാഹം എന്ന് ഒക്കെ വിളിക്കപ്പെടും. പേരുമാറി. മാമോദിസ, പരിശുദ്ധ മാമോദിസ പേരുമാറ്റത്തിന് കൂതാശ കൂടിയ. അല്ലേ?
കൃത്യമായ ഒരു മാമോദീസ പേര് നമുക്ക് നൽകിയിട്ടുണ്ട്. സ്വർഗത്തിൽ നമ്മുടെ ഡെസിഗ്നേഷൻ ഈ പേരിലായിരിക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പേരൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർത്തെടുത്ത് വെച്ചേക്കുക. അവിടെ ചെല്ലുമ്പോൾ സീറ്റ് മാറിയിരിക്കരുത്. കർത്താവ് പറയാൻ ഇറക്കി വിടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്താൽ നമ്മൾ അനുഗ്രഹീതരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ പരിശുദ്ധ മാമോദീസ. ഈ മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ച കൃപാവരത്തെയാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ തിരിച്ചറിവായിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനൊക്കെ തന്റെ ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ മാമോദീസയിലുള്ള എന്റെ ദൈവ അനുഭവമായിട്ടുള്ള കൃപ, കൂദാശയിലൂടെ ലഭിച്ച കൃപാവരം വക്ക് പൊട്ടാതെ കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ എന്റെ ജീവിതത്തിൽ പരിശ്രമിച്ചു. ഇതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം. നിനക്ക് കിട്ടിയ ദൈവത്തിന്റെ കൃപയെ നീ ഇങ്ങനെ നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടക്കാനായിട്ട് നിനക്ക് സാധിക്കണം. പരിശുദ്ധ മാമോദീസയിലൂടെ നിനക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാവരം അതിന്റെ പൂർണ്ണതയിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മളിങ്ങനെ നടക്കുകയാണ്. എന്തിനാണ്? എനിക്ക് ഒരു അനുഗ്രഹം ലഭിച്ചു. ഇനി നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആ സംഭവം നമ്മൾ കൃത്യമായി വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്ന സംഭവം ഇപ്രകാരമാണ് അത് തുടരുന്നത്. നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. പേര് മാറ്റി മഹത്വമാക്കി. അബ്രാം എന്നുള്ളത് ഇച്ചിരി കൂടെ ഒരു വാലും കൂടെ നീട്ടി അബ്രാഹം എന്നാക്കി മഹത്വമാക്കിയിട്ട് പറയുകയാണ്, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശ്രമിക്കുന്നവരെ ഞാൻ ശ്രമിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ മനസ്സിലായോ? തത്തപ്പള്ളി പള്ളിയോട് ചേർന്ന് ഈ ഒരു ദേവാലയത്തിന്റെ സ്ട്രക്ചറിനോട് ചേർന്ന് ഒരു ദൈവജനം, പേരുമാറ്റപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവജനം ഇവിടെ ഉള്ളത് എന്തിനു വേണ്ടിയാണ്? ഈ കരയാതെ അനുഗ്രഹമായി മാറാനായിട്ടാണ്. ഈ കടലും അനുഗ്രഹിക്കപ്പെടണം, അല്ലെ? നമ്മൾ കടലിനോട് ചേർന്ന് നടക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് ഈ കടലും അനുഗ്രഹിക്കപ്പെടണം, ഈ കരയാതെ അനുഗ്രഹിക്കപ്പെടാനായിട്ടാണ്. മൊത്തം 4 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ പുന്നമട പള്ളിയിൽ, പുന്നമട ഇവിടെ നിന്ന് ഏതാ പുന്നമട കായലിൽ നിന്ന് ബീച്ച് വരെയുള്ള ദൂരം ഏതാണ്? 4 കിലോമീറ്റർ, 4.5 കിലോമീറ്റർ നേരെ കളക്കാൻ നേരത്ത് വളഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ അളവ് മാറും. ഇത്രയുമുള്ള ഈ ഒരു സമൂഹം മുഴുവൻ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഇടവക ദേവാലയത്തില് കാലത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു മണി മുഴങ്ങും, അല്ലേ? അല്ലേ? ആ മണിക്ക് നമ്മളൊരു പേരിട്ടിട്ടുണ്ട്. എന്നാ മണിയെന്നാ? എന്നാ? കുരിശുമണി എന്നല്ലേ അല്ലേ? കുരിശുമണി. കുരിശുമണി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പ്രാർത്ഥിക്കുന്നത് എന്താ? കുരിശുമണി അടിച്ചല്ലോ, എന്നാ പ്രാർത്ഥിക്കുന്നത്? മാധുര്യമല്ല, പ്രാർത്ഥനയൊന്നുമില്ലേ? കുരിശുമണി അടിക്കുമ്പോൾ എന്നാ ചെയ്യണ്ടേ? കർത്താവിനുമാല, നെറ്റിയെ കുരിശു അടിച്ചാൽ മതി. കർത്താവിനുമാല കൊള്ളണം, അല്ലേ? അതില്ലേ ഇപ്പൊ? ഇല്ല, അതിന്റെ സമയം മാറ്റി 7 മണിക്കത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്കൊരു കുരിശുമണിയുണ്ട്, ആത്മാക്കളുടെ മണിയുണ്ട്, അല്ലെ? കുരിശുമണി അടിച്ചു കഴിഞ്ഞാൽ കൃത്യം 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഇടവകയിൽ ആത്മാക്കളുടെ മണി അടിക്കും. കപ്പേരച്ചൊക്കെ ചോദിക്കണം, അതൊക്കെ അടിക്കുന്നുണ്ട്. നമ്മളതൊക്കെ ശ്രദ്ധിക്കുന്നില്ല. കുരിശുമണി അടിക്കും, നമ്മള് കർത്താവിന്റെ മലയും ആത്മാക്കളുടെ മണി അടിക്കുമ്പോൾ നമ്മൾ 5 സ്വർഗസ്ഥനായ പിതാവേ, 5 നന്മ നിറഞ്ഞവരെയും 5 തുല്യസ്തുതി, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാ പാരമ്പര്യം കേട്ടോ. ഇതില്ലേ? ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ ഞങ്ങളൊരു അവേദി പരുവത്തിന് നമ്മുടെ കുടുംബ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ചിരിക്കുക. യഥാർത്ഥത്തിൽ കുടുംബ പ്രാർത്ഥന നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ കാരണം ഇതൊക്കെയാണ്. ചൊല്ലേണ്ട കാര്യങ്ങൾ ചൊല്ലേണ്ട സമയത്ത് ചൊല്ലി വന്നു കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇത്ര നീളമൊന്നും വരത്തില്ല. കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങേണ്ടത് എങ്ങനെയാ? അളവില്ലാത്തത് കേട്ടോ. കൃത്യം ഉടനെ പറയുള്ള കുടുംബ പ്രാർത്ഥന നമ്മുടെ അളവില്ലാത്തത് കേട്ടോ. കാരണം എന്താ? കുരിശുമണി അടിച്ചപ്പോൾ കർത്താവിന്റെ മാലായും ഇല്ല. ആത്മാക്കളുടെ മണി അടിച്ചപ്പോൾ 5 സ്വർഗസ്വനായ പറഞ്ഞു, നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥനയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അളവില്ലാത്തത് ചൊല്ലി നമ്മൾ പരിപാടിയോടെ കുരിശു കൊന്ത നമസ്കാരം കഴിഞ്ഞാൽ ഒരു ബൈബിൾ വായന, അത് കഴിഞ്ഞാൽ യുത്തിനെ കഴിഞ്ഞില്ല കേട്ടോ, ഒരു ബൈബിൾ വായന, അത് കഴിഞ്ഞാൽ ഒരു കുടുംബ പ്രതിഷ്ഠ, പരിപാടി കഴിഞ്ഞു. ഇത്രയൊക്കെ മതി. ഞാൻ വീട്ടിലെപ്പോഴും പറയുന്ന ഒരു കാര്യം, പ്രാർത്ഥന ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഒരു കാര്യമില്ലെന്ന് ഞാൻ പറയാറുണ്ട്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് കുരിശുമണി അടിക്കുന്ന ഒരു ഇടവക ദേവാലയം ആ നാടിന്റെ അനുഗ്രഹവും ഐശ്വര്യവുമാണ്, അല്ലെ? അതുകൊണ്ട് ഇടയ്ക്കെപ്പോഴെങ്ങാനും പള്ളി മണി അടിക്കുന്നത് നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളും കാസക്കാരുടെ കൂട്ടത്തിൽ നിന്നുണ്ട് കൈവരുത്തി പറഞ്ഞു. കാസക്കാർ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓൺലൈനിൽ, അല്ലെ? വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അവർ ഒത്തിരിയേറെ കാര്യങ്ങൾ, ഫേസ്ബുക്കിലൂടെയൊക്കെ അവർ എഴുതുന്നുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ കുരിശുമണി അടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ മറ്റേ
മറ്റേ ബാങ്ക് വിളിക്കുന്നത് നിർത്തണം, മറ്റേ അമ്പലത്തിൽ മറ്റേ കോളമ്പിയും മാറ്റി വെക്കുവാണെങ്കിൽ ഞങ്ങൾ ഇത് നിർത്താന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നം ഉണ്ടാക്കിയത്. കാരണം എന്താ? ഒരു ഇടവക ദേവാലയത്തിന്റെ അനുഗ്രഹവും കൃപയുമാണ് മണിയടിച്ച് ഒരു ജനത്തെ ഉണർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. മണിയടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സയറിനടിക്കുന്നത് ഉച്ചയ്ക്ക് മുമ്പാൻ വേണ്ടിയാണ്. നമുക്കറിയാം, ഉച്ചയ്ക്ക് സയറിനടിക്കുന്നത് അതിനു വേണ്ടിയല്ല മണിയടിക്കുന്നത്. പള്ളിയിൽ മണിയടിക്കുന്നത് എന്തിനാ? പ്രാർത്ഥനയ്ക്ക് സമയമായി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. എല്ലാത്തിനും അർത്ഥമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ആഴമേറിയ ദൈവശാസ്ത്രമുണ്ട്. നമ്മൾ ചുമ്മാ ചെയ്യുന്നതൊന്നുമല്ല. നമ്മളിങ്ങനെ ഉപരിപ്ലവമായിട്ട് ഇത് ചെയ്ത് കേട്ട് ചിലപ്പോൾ മണിയടിച്ചൊന്നുമില്ല. മണിയടിച്ചായിരുന്നു അടിച്ചില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉന്നോടൊപ്പമുള്ള കപ്പിയാർച്ചിന് പനി പിടിച്ച ദിവസങ്ങളിൽ ഞാനാണ് മണിയടിച്ചത്. ഞാൻ എത്ര അടിച്ചിട്ട് നമ്മൾ ഒത്തില്ല. കാരണം ഞാൻ മൂന്ന് അടിക്കാനായിട്ട് നോക്കിയിട്ട് ആത്മാക്കളുടെ മണി അടിക്കാൻ നോക്കിയിട്ട് ഒരടി അടിക്കും, അപ്പുറത്ത് ഒരടിയും കൂടെ അടിക്കും. അപ്പോൾ 3 2 വെച്ചാൽ വരുന്നത്. 2, 4, 6 ആയിപ്പോയി. അങ്ങനെ 6, 6, 18 മണി അടിച്ച്. പതിവില്ലാതെ 18 മണി അടിക്കുന്നത് കണ്ടപ്പോൾ ഒരച്ചായം വന്നിട്ട് വെച്ച് ചോദിച്ച്, അച്ഛാ തന്നെ കുന്തമണി അടിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഞാനത് മറ്റേ ഇതാ ഉദ്ദേശിച്ച് ചോദിച്ചാൽ കപ്പിയാരില്ലാത്തതുകൊണ്ട് അച്ഛാൻ പറഞ്ഞ കുഴപ്പമില്ല, അച്ഛാ പേടിക്കണ്ട, ആരും വരത്തില്ല ഇനി എന്ന് പറഞ്ഞു. ദൈവം അനുഗ്രഹിച്ചാലും വന്നില്ല. ഞാൻ അടുത്ത ഞായറാഴ്ച പള്ളിയിൽ ചോദിച്ചു, നിങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി മണിയടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആദ്യ ദിവസം മണിയടിച്ച് 10 അടിച്ചത് ആർക്കും അറിയുന്നില്ല. എനിക്ക് കാര്യം മനസ്സിലായി. മണിയടിക്കുന്നത് നോക്കുമ്പോൾ പലരും കേൾക്കാറില്ല. തത്തപ്പള്ളിപ്പുഴയുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ അച്ചായരോട് അമ്മച്ചോട് ചോദിച്ചാലും ചിലപ്പോൾ ഇതൊക്കെ സ്ഥിരം അടിക്കുന്നത് പ്രൈസിലോ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മളൊരു അനുഗ്രഹമാണ് എന്ന് ചരിത്രത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയാണ് നമുക്കിവിടുത്തെ ദേവാലയം സ്ഥിരം ബലിയർപ്പിക്കുന്ന ഒരു ബലിപീഠം. ഈ ബലിപീഠത്തിന് ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ജീവിതം. നോക്കിയേ, ഈ മാമോദീസ തൊട്ടിയിൽ നിന്ന് പരിശുദ്ധ മാമോദീസ സ്വീകരിച്ച് കൃപയെ സ്വീകരിച്ചിട്ട് ഈ ബലിപീഠത്തിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക. എല്ലാ ദിവസവും കൂടെ ഒന്ന് കുർബാന കാണണമെന്ന്, പ്രാർത്ഥിക്കണമെന്ന്, പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് കാരണവന്മാർ നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോഴും പള്ളിക്ക് 2 കൊച്ചന്മാർ ഒരു വിചാരിച്ചു 3 കുർബാന എപ്പോഴും കുറഞ്ഞ പക്ഷം 3 കുർബാന ഇതിന് ചുവടെങ്കിലും നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും 2 കുർബാന നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെ? രാവിലെ ഒരു കുർബാനമായിട്ടൊരു കുർബാന, അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം ഇത് കഴിഞ്ഞ ഉടനെ കുർബാന. ഇത്രയും കുർബാന കിട്ടുന്ന സമൂഹമുണ്ട്. കാരണവന്മാർ ചെയ്ത പുണ്യമായിരുന്നു. കാരണം എന്നാ, നമ്മൾ കാലാകാലങ്ങളിൽ അച്ഛന്മാരായിട്ട് ആളെ പറഞ്ഞുവിടും. കൃത്യമായിട്ട് അച്ഛന്മാരായിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ പൈസ നേർച്ചപ്പെട്ടിയിലിട്ട് അവർക്ക് കൊടുക്കേണ്ട അലവൻസ് കൊടുത്തിട്ട് നിർത്തിയിരിക്കുകയാണ്. എന്തിനാ? കുർബാനയല്ല, കൃത്യം കുർബാനയല്ല. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കുർബാന വരണം. കുർബാന പുഷ്പമുണ്ട്, നമ്മളൊക്കെ സന്തോഷവാന്മാരാണ്. എന്തിനാ? ഇതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം നിലനിൽക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ മുൻപിലുണ്ട്. ഈ ദേവാലയം പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നില്ലെങ്കിൽ ഈ ദേവാലയത്തിന് അർത്ഥമുണ്ടോ? ഈ നാളത്തെ കുർബാനയില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പള്ളിയിൽ ഒന്ന് പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആദ്യത്തെ ദിവസം കുർബാനയില്ലാതെ പള്ളിയിലുണ്ടെന്ന് അറിയാനായിട്ടൊന്നും വരാം. 2 ദിവസമായി കഴിയാൻ നേരത്ത് 10 പേര് കുറയും. ഒരു 10 ദിവസം കഴിയാൻ നേരത്ത് പകുതിയാവും. പിന്നെ എന്തിനാ പള്ളി? വീട്ടിൽ നിന്ന് പോലെ. കൊറോണയുടെ കാലത്തിൽ ഈ ഒരു അപാകത നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മളതധികം ബാധിച്ചില്ല. ഒരു 45 എബോ ആൾക്കാരൊക്കെ പള്ളിയിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. പക്ഷേ ഒരു 25 ബിറ്റ്വീൻ 45 ഇതിനിടയ്ക്ക് 25-നും 45-നും ഇടയ്ക്കുള്ള പിള്ളേർ ഇപ്പോഴും പള്ളി കയറുന്നില്ല. കൊറോണ സമയം കഴിഞ്ഞിട്ട് ചില വീടുകളിൽ ചെന്നപ്പോൾ അച്ഛനെ വെച്ച് പള്ളി കാണുന്നില്ല. ഇവിടെ ചെന്നപ്പോൾ തന്നെ മറ്റേ ടിവിയുടെ 2 സൈഡിലും 2 തിരിക്കാല് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു ചന്ദന തിരി കത്തിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്റെ പരിപാടി കണ്ടോണ്ടിരിക്കുക ഉണ്ടോ? ടി വി ഒക്കെ പ്രധാനപ്പെട്ട കാര്യമായി വരും കൊറോണ കാലത്ത്. കാരണം സ്ഥിരമായിട്ട് പല സൈസിലുള്ള കുർബാനകളാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ കുർബാന ഏകീകരണം ഒരു പ്രശ്നമൊക്കെ ആയി തീർന്നത്. കുർബാന നിങ്ങളൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ്. പിന്നെ പലരും അവര് മേജർ ആർച്ച് ബിഷപ്പിന് കുറെ കത്തെഴുതി, വലിയ ഗുണമൊന്നും ഇല്ലെന്നുകൊണ്ട് അവര് ന്യൂൺസിയേറ്ററിലേക്കും അപ്പസ്തോലിക് സിക്കും കത്തെഴുതി കഴിഞ്ഞപ്പോഴാണ് അവര് കാര്യം സീരിയസ് ആയിട്ട് എടുത്തത്. കുറെ പേര് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സിറോമലബാർ സഭയിൽ ബോധമുള്ള വിശ്വാസികളുണ്ട്. കുർബാന ഏകീകരിക്കണമെന്ന് 99 പറഞ്ഞ് കൽപ്പന നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. അതാണ് ഇത്തരം പ്രശ്നത്തിനൊക്കെ കാര്യം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായി ഈ ജനത്തിന് നടുവിൽ നിലകൊള്ളുക. എന്റെ പ്രാർത്ഥന കൊണ്ട്, എന്റെ പ്രവൃത്തി കൊണ്ട്, എന്റെ ചിന്ത കൊണ്ട്, എന്റെ സംസാരം കൊണ്ട്, എന്റെ തീരുമാനങ്ങൾ കൊണ്ട് ഒരു ജനതയെ അനുഗ്രഹീതമാകാൻ വേണ്ടി. കണ്ടോ, അബ്രാഹത്തെ മാത്രം അനുഗ്രഹിച്ചിട്ട് പറയുക, നീ ഭൂതലത്തിന്, ഈ ഭൂമുഖത്ത് നീ ഒരു അനുഗ്രഹമായി മാറും. നിന്നെ കൊണ്ട് ജനതകളെ ഞാൻ അനുഗ്രഹിക്കും.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് എന്തായിരുന്നു ഈ അമ്മോന്യരും അല്ലെങ്കിൽ ജബൂസിയർ, അങ്ങനെ കുറെ ആൾക്കാർ, ഹിബ്യർ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇവർക്കിടയിൽ നിന്ന് ഇസ്രായേലിന്റെ വ്യത്യസ്തത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇത് മാത്രമാണ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽ. ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇവിടെയാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ എത്രാം അധ്യായത്തിലാണ് നമ്മളിങ്ങനെ മറിച്ച് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 34-ാമത്തെ അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടുന്നതിനെ കുറിച്ച് അവിടെ അനുഗ്രഹിക്കപ്പെടുന്ന ആരാണ്? യാക്കോബ് അല്ലെ. 22-ാമത്തെ അധ്യായത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ യാക്കോബിന്റെ മൽപിടുത്തത്തെ കുറിച്ച് വായിച്ചു കേൾക്കുന്നു. യാക്കോബിന്റെ മൽപിടുത്തം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വായിച്ചിട്ടുള്ളതാണ്, നിങ്ങളെല്ലാവരും വായിച്ച് പലപ്പോഴും വായിച്ചു കേട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിശുദ്ധരൊന്നും വായിക്കുമ്പോൾ രസകരമായിട്ട് വായിക്കാവുന്ന ചില സംഭവങ്ങളാണ്. അവിടെ ഈ യാക്കോബ് ഏസാവിനെ കാണാനായിട്ട് തിരിച്ചു പോവാണ്. ഏസാവിൽ നിന്ന് ഓടിപ്പോകുന്ന യാക്കോബ് ലാബാന്റെ അടുത്ത് ജോലിയൊക്കെ ചെയ്തതിനു ശേഷം മടുത്ത് കഷ്ടപ്പെട്ട് പിന്നെ കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടാക്കി 2 ഭാര്യമാരും മക്കളും ഒക്കെ കൂടിയിട്ട് ഈ യാബോക്ക് എന്ന് പറഞ്ഞൊരു നദിയുണ്ട്. യാബോക്ക് നദിയിൽ ഇസ്രായേലിൽ ഒരു നദിയുണ്ട്. ഇപ്പം ഒരു പട്ടിയാടാവുന്ന തോടിന്റെ വലിപ്പമുള്ളൂ. ഇസ്രായേലിൽ പോകണം കാണാൻ പറഞ്ഞു. യാബോക്ക് നദി ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കഷ്ടം തോന്നും. കഷ്ടപ്പെട്ടിട്ട് നമ്മളങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ഈ ചെറുതോടിന് ഒരു കൈത്തോടിന് വലിപ്പമുള്ള ചെറിയ യാബോക്ക് നദി എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അന്ന് ഒത്തിരി വലിയ നദിയായിരുന്നായിരിക്കും. ഈ നദി കടത്തി എല്ലാവരും വിടുന്നു. അവന്റെ വസ്തുവകളും എല്ലാം അപ്പുറത്ത് വിട്ടിട്ട് യാക്കോബ് ഇതിന്റെ ഇപ്പുറത്ത് ഉച്ചയ്ക്ക് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കും. അറിയാം, ഒരു കല്ലും തലയണയാക്കി വെച്ച് മനുഷ്യന് ഉറങ്ങാനായിട്ടുള്ളത്. കിടക്കുമ്പോൾ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ വരുന്നു എന്നാണ് പറയുക. ദൈവത്തിന്റെ ദൂതൻ വന്ന് യാക്കോബുമായിട്ട് മൽപിടുത്തത്തിൽ ഏർപ്പെടും. പുലരുവോളം ഇവര് തമ്മിൽ മൽപിടുത്തം നടത്തും. ഉണ്ടോ? പുലരുവോളം മൽപിടുത്തം നടത്തിയിട്ട് വല്ല രക്ഷയുണ്ടോ? യാക്കോബിന്റെ സ്വഭാവത്തിനനുസരിച്ച് പുള്ളി മൊത്തത്തിൽ ഇച്ചിരി കള്ളത്തിലുള്ള മനുഷ്യനാണ്. നമുക്ക് പുള്ളിയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകും. പുള്ളി തോലിട്ടുകൊണ്ട് വന്നിട്ട് ഏസാവിനെ പറ്റിച്ച് ഇസഹാക്കിനെ പറ്റിച്ച് അനുഗ്രഹം അടിച്ചെടുത്ത പാർട്ടിയാണ്. പുള്ളിയുടെ ചരിത്രത്തിൽ മുഴുവൻ പായസം കൊടുത്ത് പടിഞ്ഞൂൽസ്ഥാനം അടിച്ചു കയറി പിന്നെയും വന്നു. പക്ഷെ ദൈവം മുടക്കി വെച്ച് 2-3 പ്രാവശ്യം പുള്ളി പിടിക്കുന്ന സംഭവം കൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി രക്ഷപ്പെട്ട് തിരിച്ച് വീണ്ടും അനുഗ്രഹത്തിന്റെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ലാബാന്റെ അടുത്ത് നിന്ന് അങ്ങനെ അടിമത്തത്തിൽ നിന്ന് പുള്ളി തിരിച്ചു വരുന്ന ഈ ഒരു സംഭവം നമ്മൾ വായിക്കുവാണ്. അവിടെ യാക്കോബ് മൽപിടുത്തത്തിൽ ഏർപ്പെടുന്നു. വെളുപ്പാങ്കാലം ആകാൻ നേരത്ത് പറയും, നീ എന്നെ വിട, എനിക്ക് പോകണം എന്ന് പറയുന്നു. ദൈവത്തിന്റെ ദൂതൻ പറയുന്നു, നീ എന്നെ വിടണം, എനിക്ക് പോകണം എന്ന് പറയുന്നു. യാക്കോബ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. എന്താണ്? നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അത് പറഞ്ഞപ്പോൾ എന്നടുത്തു, നിന്റെ പേരെന്താണ്? ഒരു അനുഗ്രഹം ചോദിക്കുമ്പോൾ പേരായിരിക്കും. അപ്പം പറയും യാക്കോബ്. അപ്പം പറയും എന്താണ്? ഇനി മേലിൽ നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഇസ്രായേൽ, കണ്ടോ? ഇസ്രായേലിന്റെ ചരിത്രം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനിലൂടെ ഒരു 12 ഗോത്രങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ചരിത്രമാണ് ഇസ്രായേലിന്റെ ചരിത്രം. ഇവർ നടന്നു നോക്കി ഇപ്പോഴും ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്കൊക്കെ വായിക്കും, അല്ലേ? ഇറാൻ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിനടുത്തുള്ള പാലസ്തീൻ പ്രശ്നങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇസ്രായേലിനോടൊരു സ്നേഹം ഉണ്ടെന്ന് നമുക്ക് എപ്പോഴും തോന്നും. നമുക്ക് തോന്നാൻ ഇല്ല, ഒന്നില്ല. ഇസ്രായേലിനോട് നമുക്കൊരു സ്നേഹം തോന്നും. അതിന് കാരണം എന്താ? ഇവരിങ്ങനെ അതിജീവനത്തിന്റെ അനുഗ്രഹ കഥ പറയുന്ന ഒരു ജനതയാണ് ഇസ്രായേൽ. കാരണം എന്താ? അവർ അനുഗ്രഹിക്കപ്പെട്ട ജനത. ഇപ്പോഴും അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടുമുള്ളവർ അത് പറയുന്നുണ്ട്, നിനക്കെതിരെ അനേകര് കൈ ഉയർത്തും, നീ അവർക്കെതിരെ നിലനിൽക്കും, എന്നാലും നിലനിൽപ്പും വിജയവും നിനക്കായിരിക്കും. ഇസ്രായേലിന്റെ ചരിത്രം മുഴുവൻ അങ്ങനെയാണ്. ഇസ്രായേൽ ഈ ദാവീദ് രാജാവിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ സ്ഥലം ഇങ്ങനെ വികസിപ്പിക്കുന്നതിനെ കുറിച്ച് എല്ലാവരുമായിട്ട് ഒരു യുദ്ധം ചെയ്യും. ചുറ്റുപാടുള്ള എല്ലാവരുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു ജനതയായിട്ടാണ് അവരെ വായിക്കുക. അതെന്തിനു വേണ്ടിയാണ്? ഒരു ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും, അല്ലെ? ഇവിടെ ബലിപീഠത്തിൽ നിന്ന് പുരോഹിതന്റെ ആശീർവാദം, സമാധാനം കൊടുക്കുമ്പോൾ പുരോഹിതൻ ഇറങ്ങി നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം കൊടുക്കാം ഉണ്ടോ? എന്നാ ചെയ്യുന്നത്? ഒരാൾ, അല്ലേ? ഇനി ആ ശുശ്രൂഷ ചെയ്യുന്ന എന്നാ? ചേച്ചി എന്നാ ഇവിടുന്ന് കിട്ടിയതാണോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും കൊണ്ട് തരാറോ? ഈ വഴി ഒരൊറ്റ പോക്കാകും. ഈ പിടിച്ചിട്ട് ഞാൻ കൊണ്ട് ഓടിക്കുള്ളൂ. ഇങ്ങനെ ഒരൊറ്റ പോക്ക്. ഈ കൈ ഇങ്ങനെ ഈ സൈഡിൽ ഇപ്പോൾ നിൽക്കുന്നവർക്ക് നമ്മൾ അങ്ങനെ നിൽക്കുക.
മിശിഹാ ഇങ്ങനെ ഉയർപ്പ് കഴിഞ്ഞ് വരുമ്പോഴല്ല ഈ പറയുന്ന കാര്യമുണ്ട്. നാളെ നമ്മൾ പറയാത്തൊരു വാക്ക് ശലോം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യൻ ആരെയും സല്യൂട്ട് ചെയ്യുന്നത്, അല്ലേ? ഉയർത്തെഴുന്നേറ്റ മിശിഹാ ഇങ്ങനെ സ്വർഗത്തിൽ നിന്നല്ല, അങ്ങനെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം അങ്ങനെ പറയുന്നത് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോഴും യഹൂദര് ഒരു ഓപ്പോസിഷൻ ഒരാളെ കാണുമ്പോൾ പറയുന്നത് ശലോം എന്നാണ്. ശലോം, സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ആശ്രയിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത് മാത്രമാണ്, ദൈവം നിന്റെ കൂടെ. ദൈവം സമാധാനം ആരാണ്? ദൈവം. ഉയർത്തെഴുന്നേറ്റ മിശിഹാ. അത് പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യത്തിൽ സമാധാനം കൈമാറുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അല്ലെങ്കിൽ ഈശോയെ കൈമാറുക എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ സമയത്ത് പരിശുദ്ധ കുർബാന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു സമാധാനത്തിന്റെ ആ ഒരു വലിയ സല്യൂട്ടേഷൻ നമുക്ക് എൻഡ് വരെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഏറ്റവും അവസാനം വരെ അതിർത്തികൾ വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതിന്റെ ഒരു വലിയ അർത്ഥമാണ്. കേൾക്കാം? ഇത്ര നേരം പറഞ്ഞത് കേട്ടാണ്, കുറേയിലും കേൾക്കാറുണ്ട് ഇല്ലല്ലേ? സമാധാനത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സമാധാനത്തോടെ ഇരുന്നാൽ മതി. അപ്പോ ഈ ഒരു ദൈവാനുഭവം നമുക്ക് കിട്ടിയത് നമ്മുടെ ചരിത്രങ്ങളിലേക്ക് കൈമാറാനായിട്ട് നമുക്ക് സാധിക്കണം. മണി 11 സമയം കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വസ്തുത ഇത്രമാത്രമാണ്. അബ്രാഹത്തിന് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ടായിരുന്നു, പക്ഷേ സംഭവം ചുരുങ്ങിപ്പോയി. ഇനി ചുരുക്കിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ പുറകിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന പ്രശ്നമാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. പറഞ്ഞു വന്ന കാര്യം ഇത്രമാത്രമാണ്. അബ്രാഹാം ദൈവത്താൽ വിളിക്കപ്പെടുകയാണ്. ലോകത്തിന്റെ കണ്ണുകളിൽ ഈ മനുഷ്യൻ പിന്നെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഉറങ്ങിയതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ കണ്ണുകളിൽ, സ്വർഗത്തിന്റെ കണ്ണുകളിൽ ജാഗ്രതയോടെ സമാധാനം പുലർത്തിയ ഒരു വ്യക്തിയായിട്ടാണ് വിശുദ്ധ അബ്രാഹത്തെ സാക്ഷ്യപ്പെടുത്തുക. ദൈവത്തിന്റെ കയ്യൊപ്പ് സ്വന്തമാക്കേണ്ട വ്യക്തികളായിരിക്കണം നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് കൈമാറപ്പെട്ടു കിട്ടിയ ദൈവ അനുഗ്രഹം, ദൈവാനുഭവം, ദൈവത്തെ തിരിച്ചറിയുവാൻ, ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുവാൻ, ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ ഒക്കെയുള്ള അനുഗ്രഹം കിട്ടിയവരാ. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന, പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം കൂടെ നിൽക്കുന്നവരാണ്, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാവിലെ ആഹാരമൊക്കെ കഴിക്കാതിരുന്ന ആ അവസ്ഥയെ നമ്മൾ പറഞ്ഞ എന്താ പറഞ്ഞ ഉപവാസമാണെന്ന് പറഞ്ഞത്. ഉപവാസം, അല്ലെ? ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടുഗേദർനെസ്സിന്റെ അനുഭവമാണ്. ചുബി ഉപയോഗിച്ചാണ് അതിനെക്കുറിച്ച് സംസാരിക്കുക. ദൈവത്തിന്റെ കൂടെ ആയിരിക്കുന്ന അനുഭവം, എപ്പോഴും കൂടെ ഇരിക്കുന്ന അനുഭവം. ആ ഒരു അനുഭവം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന, കൂദാശകളിൽ ജീവിക്കുന്ന, പരിശുദ്ധ കുംഭസാരം കൈക്കൊള്ളുന്ന തിരുസഭയുടെ മകൻ എന്ന നിലയിൽ ദൈവം കൂടെ നടക്കുന്ന, ദൈവം കൂടെയുള്ള അനുഭവം എനിക്കുണ്ടാകുന്നു. അബ്രാഹത്തിന് അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തിന്റെ ഇടപെടലുകൾ അവനവന്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞു. അതിലൂടെ അവന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്, അല്ലെ? അബ്രാഹത്തിന്റെ തലമുറ ഇസഹാക്ക്, ഇസഹാക്കിന്റെ തലമുറ യാക്കോബ്, യാക്കോബിന്റെ തലമുറ 12 ഗോത്രങ്ങൾ, അല്ലെ? ജോസഫ് അതിലൊരു ഗോത്രമാണെന്നുള്ള വെച്ച് കേട്ടോ. അബ്രാഹത്തിന്റെ തലമുറ ഇങ്ങനെ 12 ഗോത്രങ്ങളായിട്ട് ഒരു രാജ്യമായി, ഒരു വലിയൊരു ജനതയായിട്ട് അവർ മാറുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം. പഴയ നിയമം മുഴുവൻ കണ്ടോ, എഴുതി തീർത്താൽ തീരാത്തത്ര കഥകൾ അവരെ കുറിച്ചുണ്ട്, എഴുതി തീർത്താൽ വർണ്ണിക്കാനാവാത്തത്ര ചരിത്രവും അവരെ കുറിച്ചുണ്ട്. ദൈവം അവരെ കടാക്ഷിച്ചത്, ദൈവത്തിന്റെ ഹിതം അവർ തിരിച്ചറിഞ്ഞത്, എപ്പോഴൊക്കെയോ അവർ ദൈവത്തിന്റെ അനുഗ്രഹം മറച്ചു വെച്ചത്, എപ്പോഴൊക്കെ മറച്ചു വെച്ചോ അപ്പോഴെല്ലാം അവർക്ക് അത് ശാപമായി ഫലിച്ചത്. അതുകൊണ്ട് അബ്രാഹത്തെ കുറിച്ച് ഹെബ്രായ ലേഖകൻ പറയുന്ന ആ വാക്യം നമ്മുടെ മനസ്സിൽ കോറിയിടാം. വാഗ്ദാനങ്ങളുടെ അവകാശികളായ ഇസഹാക്കിനോട് യാക്കോബിനോടും കൂടെ അവൻ കൂടാരങ്ങളിൽ കൂട്ടിച്ചേർത്ത സമാധാനത്തിൽ പാർത്തു. അവന്റെ ആയുസ്സിന്റെ പൂർണ്ണതയിൽ അവന്റെ തലമുറകളെ കണ്ട് സന്തോഷത്തോടെ അവൻ കടന്നു പോകുമ്പോൾ അവനെ പിന്നെ ചരിത്രം വിളിക്കുന്നു എന്തിന്റെ പിതാവ്? വിശ്വസിക്കുന്നവരുടെ ഒക്കെ പിതാവ്, ഫാദർ ഓഫ് ഓൾ ഫെയ്ത്ത്ഫുൾ ആണ്. എല്ലാ വിശ്വാസികളുടെയും പിതാവായിട്ട് അവൻ മാറുകയാണ്. ചരിത്രത്തിൽ ഇനി ആരൊക്കെ ഏകദൈവത്തില്, യഹോവയില്, യാഹ്വയില്, അവന്റെ പുത്രനായ യേശു മിശിഹായില്, തിരുസഭയില് വിശ്വസിക്കുന്നുവോ അവരുടെയും ഒക്കെ പിതാവായിട്ട്
അബ്രാഹാം രൂപാന്തരപ്പെടുകയാണ് കണ്ടോ. അതുകൊണ്ട് അനുഗ്രഹം ലഭിക്കുമ്പോൾ തലമുറകളിലേക്ക്, നാം ജീവിക്കുന്ന ആവാസ വ്യവസ്ഥിതിയിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ അയൽവക്ക ബന്ധങ്ങളിലേക്ക്, നമ്മുടെ ഇടവക കുടുംബത്തിലേക്ക് ഈ അനുഗ്രഹം കൈമാറാനായിട്ട് മറക്കരുത്. So all we are called for be blessed and for blessing too. മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാനായിട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട് വിളിക്കപ്പെട്ടവരാണ്. പരിശുദ്ധ മാമോദീസായിലൂടെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി പുതിയൊരു അനുഗ്രഹം എനിക്ക് കിട്ടാനായിട്ടൊന്നുമില്ല, വേറെന്തോ കിട്ടാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇനി നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിനോട് കൂട്ടിച്ചേർക്കപ്പെടാനായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പുതിയത്, മെച്ചപ്പെട്ടത്, ശ്രേഷ്ഠമായത് ഒന്നുകൂടി എന്റെ ജീവിതത്തോട് ചേർക്കപ്പെടാനുണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം കിട്ടാവുന്നതിന്റെ ഏറ്റവും മെച്ചമായിട്ടുള്ള അനുഗ്രഹം കത്തോലിക്ക സഭയിൽ അംഗത്വം, ക്രൈസ്തവ വിശ്വാസം, ക്രിസ്തുവിന്റെ അനുയായി എന്നുള്ള പേര്, ക്രിസ്ത്യാനി വിശ്വാസത്തിൽ ഏകദൈവത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനായി വിളിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ഈ വിശ്വാസത്തിന് അനുഗുണമായ രീതിയിൽ ക്രിയാത്മകമായിട്ട് ജീവിതം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ജീവിതം പരിവർത്തനം ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അനുഗ്രഹം അനുഗ്രഹിക്കാനായിട്ടുള്ളതാണ്, ശമിക്കാനായിട്ടുള്ളതല്ല, ശാപമാകാനായിട്ടുള്ളതല്ല. അതുകൊണ്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹം കൊണ്ട് ചരിത്രം അനുഗ്രഹിക്കപ്പെടുവാൻ, ഞാനായിരിക്കുന്ന ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, എൻ്റെ മേഖലകൾ, എൻ്റെ ജീവിതത്തിന്റെ മേഖലകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ, എൻ്റെ കുടുംബം, എൻ്റെ അയൽപക്ക ബന്ധങ്ങൾ, എൻ്റെ നാട് അനുഗ്രഹിക്കപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രയർ എന്ന് പറയുക. പ്രാർത്ഥനയുടെ ആ ഒരു പൂർണ്ണത അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പരിവർത്തനങ്ങൾ എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. എക്സ്റ്റൻഷൻ ഓഫ് ദ ചർച്ച് പറയാറുണ്ട് അല്ലെ. പള്ളിയിലെ പ്രാർത്ഥന നമ്മുടെ ജീവിതങ്ങളിലേക്ക് പടരണം. അനുഗ്രഹം, പള്ളിയിൽ നിന്നുള്ള ആശീർവാദം, ഇതും മേടിച്ചുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി മറ്റുള്ളവർക്ക് അനുഗ്രഹവും ആശീർവാദവുമായി മാറാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇതിനൊക്കെയുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഒരു അനുഗ്രഹമാണ് എന്ന് ബോധപൂർവം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉറപ്പിക്കുക. ആ ഉറപ്പിച്ച അനുഗ്രഹത്തെ എൻ്റെ ജീവിത മേഖലകളിൽ, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ, ഞാൻ വർദ്ധിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് അനുഗ്രഹമായി കൈമാറുവാനുള്ള വിളി, ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം അത് എനിക്ക് മാത്രമുള്ളതാണ്. ഞാനത് ചെയ്തില്ലെങ്കിൽ അതൊരു വാക്കുമാണ്, അതൊരു ശൂന്യതയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ കൃപയോടെ, ഉത്തരവാദിത്വത്തോടെ ചെയ്തു നിൽക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ഇന്ന് വചന സന്ദേശം നൽകിയ ലിബിലച്ചനെ നന്ദിയോടെ, സ്നേഹത്തോടെ ഓർക്കുകയാണ്. നമ്മൾ ദൈവികാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോയുടെ മുൻപിൽ നമുക്ക് മുട്ടുകുത്താം. ദൈവികാരുണ്യ ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ നമുക്ക് ആരാധിക്കാം. സാധിക്കുന്ന എല്ലാവരും ദൈവികാരുണ്യത്തിൻ്റെ സമീപത്തേക്ക് അല്പം കൂടി ചേർന്ന് ഇരുന്നാൽ അത് വളരെ നല്ലതാണ് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് സൈഡ് വിങ്ങിലുള്ളവർക്ക് ഇപ്പോഴത്തെ പുരുഷന്മാരെ ഇവിടെയും പുറകിലെ ബെഞ്ചുകൾ ഫ്രീ ആയിട്ടുണ്ട്. അവിടേക്ക് നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും തന്നെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് അല്പം കൂടി ചേർന്ന് ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മുമ്പിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ ഉപകാരസ്മരണയോ അപേക്ഷകളോ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മുൻപിൽ നമ്മളൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ ആ ബോക്സിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ആരാധന സമയത്ത് അത് നമ്മുടെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പാടിട
സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടി എല്ലാവരും ഈശോ കടന്നു വരണമേ, ഈശോയെ വിശുദ്ധീകരിക്കണം, അനുഗ്രഹിക്കണമേ, ഈശോ യാചിക്കുന്നു യാചിക്കുന്നു പ്രാർത്ഥിക്കുന്നു, ഈശോ വിശുദ്ധീകരിക്കണം വിശുദ്ധീകരിക്കണം വിശുദ്ധീകരിക്കണം. ഈശോ കരങ്ങൾ വീശി എല്ലാവരും നാദാ കടന്നു വരണം, ഈശോ ആരാധിക്കുന്നു, ഈശോ സ്തുതിക്കുന്നു, ഈശോ മഹത്വപ്പെടുത്തുന്നു, ഈശോ ആരാധന 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 ആരാധന. യേശുവേ നന്ദി 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 കർത്താവേ. മഹത്വം 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 മഹത്വം. യേശുവേ 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 യേശുവേ. സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്വരങ്ങൾ ഉയരട്ടെ, സ്വർഗീയത്തിലേക്ക് വരട്ടെ, ദൈവിക ദൂതരിലോട് ഉയരട്ടെ. യേശുവേ ആരാധന ആരാധന ആരാധന. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ഈശോ കടന്നു വരണമേ. ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു യേശുവേ. ആരാധന 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 യേശുവേ. ആരാധന 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 സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ. ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു യേശുവേ. നന്ദി 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 കർത്താവേ. ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു. സ്വരമുയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, അതരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ യേശുവേ യേശുവേ. ആരാധന 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 ആരാധന. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കള്, വേദനയോടെ പ്രാർത്ഥിക്കുന്ന മക്കള്, ദാമായ ദൈവമേ രോഗപീഠകളിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളോട് ദാമായ ദൈവമേ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് നന്ദിയോടെ കടന്നു വന്ന മക്കളെയോട് സ്തുതിക്കുന്നു. സ്വർഗീയ ഗണങ്ങളോടുകൂടെ സ്തുതിക്കുന്നു, വിശുദ്ധരോടുകൂടെ സ്തുതിക്കുന്നു, വിശ്വാസികളോടുകൂടെ സ്തുതിക്കുന്നു, സഭയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. കർത്താവേ മഹത്വം 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 മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാവരും കൊണ്ടിട്ട് ആരാധിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് യേശുവേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൂടെ വസിക്കുന്ന നിത്യമനുഗ്രഹം നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവരെയും നിമിഷം തങ്ങളുടെ നയനങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് മാത്രം നോക്കട്ടെ. പ്രിയമുള്ള മക്കളെ, നമ്മൾ ഒത്തിരി വിഷമത്തോടെ കടന്നു വന്നിട്ടുള്ളവരുണ്ട്, വേദനയോടെ കടന്നു വന്നിട്ടുള്ളവരുണ്ട്, നിരാശയോടെ കടന്നു വന്നിട്ടുള്ളവരുണ്ട്. ഈ ഒരു മാസം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ, കഴിഞ്ഞ മാസങ്ങളിൽ നൽകിയ അനുഗ്രഹങ്ങൾ ദൈവത്തിന് നമുക്കൊന്ന് നന്ദി പറയാം. വചനം പറയുകയാണ്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അവിടുത്തെ നോക്കുകയാണ് നമ്മൾ. ഒരു അപ്പന്റെ മുഖത്ത്, ഒരു അമ്മയുടെ മുഖത്ത് ഒരു കുഞ്ഞ് എങ്ങനെ നോക്കി സന്തോഷിക്കുന്നോ അതുപോലെ ഇതാ നമ്മുടെ മധ്യയെ സന്നിഹിതനായ നമ്മുടെ അപ്പൻ, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ അപ്പൻ, നമ്മെ മാറോട് ചേർക്കുന്ന നമ്മുടെ അപ്പൻ ഇതാ നമ്മുടെ സന്നിഹിതനാണ്. വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, കരുണയോടെ അപ്പ ഈശോ, എൻ്റെ അപ്പ, എന്നെ സൗഖ്യപ്പെടുത്തുന്ന തമ്പുരാൻ, എന്നെ സുഖപ്പെടുത്തുന്ന തമ്പുരാൻ, എന്നെ സ്നേഹിക്കുന്ന ഈശോ, ദൈവം ഇത്ര സമീപത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയായുള്ള തങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം അവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മളെ തൊടാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുക. മകനെ, മകളെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ്
നീ ആഗ്രഹിക്കുന്നത്? വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പറയുക, ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ രോഗങ്ങളിലേക്ക് കടന്നു വരണമേ, എൻ്റെ മക്കളിലേക്ക് കടന്നു വരണമേ, എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് കടന്നു വരണമേ, ജോലി ഇടങ്ങളിലേക്ക് കടന്നു വരണമേ, എൻ്റെ തൊഴിലിടങ്ങളിലേക്ക് കടന്നു വരണമേ, കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ. അവിടുത്തെ വിളിച്ചു. അവൻ നിനക്ക് സമീപസ്ഥനാണ്. നിന്റെ കണ്ണുനീര് അവൻ ഒപ്പുന്നവനാണ്. നിന്നെ സ്നേഹിക്കുന്ന നാഥനാണ്. നിന്റെ കൂടെ വസിക്കുന്നവനാണ്. നാഥ, ഞങ്ങളുടെ കൂടെ നീ വസിക്കണമേ. വിശ്വാസത്തോടെ എല്ലാവരും കരമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ, സ്വരമുയരട്ടെ. അതരത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ചുറ്റുമുള്ള ആരും നോക്കട്ടെ. എന്റെ തമ്പുരാന്റെ മുമ്പില എന്റെ ഈശോയെ ഞാൻ നോക്കിയാണ് സ്തുതിക്കുന്നത്. വിശ്വാസത്തോടെ അവനെ നോക്കിയാണ് ഞാൻ സ്തുതിക്കുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിടുതല്, ബന്ധനങ്ങള്, പാപ സാഹചര്യങ്ങള്, പാപത്തിന്റെ ബന്ധനങ്ങള്, കെട്ടുകള് വിട്ടുപോകാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, വിശുദ്ധത്തിന്റെ അഭിഷേകം, വിശുദ്ധ പുരുഷന്റെ അഭിഷേകം, ദിവ്യകാരുണ്യേശോയെ, ഈ മക്കളുടെ എല്ലാ പാപ സാഹചര്യങ്ങള്, തഴക്ക ദോഷങ്ങള്, മാരക പാപങ്ങൾ കഴിയുന്ന മക്കളുടെ അനുതാപം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മദ്യപാനത്തിന്റെ തെറ്റായ കൂട്ടുകെട്ടുകളുടെ, ജടിക പാപങ്ങളുടെ, വിശുദ്ധിയില്ലാത്ത തലങ്ങളില് വൈരാഗ്യത്തിന്റെ, വിദ്വേഷത്തിന്റെ വകയുടെ എല്ലാ പാപ സാഹചര്യങ്ങളും ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ഈശോയുടെ സാന്നിധ്യത്തിന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ സംഭവിക്കുന്നു. വിശുദ്ധ പുരുഷന്റെ ശക്തിയാൽ ആശീർവദിക്കപ്പെടുകയാണ്, വിശുദ്ധീകരിക്കപ്പെടുകയാണ്. കർത്താവായ ദൈവമേ, അഭിഷേകം നൽകണമേ, വിടുതൽ നൽകണമേ. ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ, മദ്യപാനത്തിന്റെ തെറ്റായ കൂട്ടുകെട്ടുകളിൽ കിടന്ന മക്കളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട്, ചെലവ് നടത്തുന്നവര്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേ. മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേ. പഠന ജോലി മേഖലകളുണ്ട്, തെറ്റായ കൂട്ടുകെട്ടുകളുണ്ടെങ്കിൽ അത്, മദ്യപാനത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറയുന്ന ഈ നിമിഷം, സ്വർഗം ഇറങ്ങുന്ന ഈ നിമിഷം, കർത്താവായ ദൈവമേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവപുത്ര അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. തൊഴിലില്ലാതെ വിഷമിക്കുന്ന മക്കളുണ്ട്. വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് അതിന്റെ തടസ്സങ്ങൾ നേരിടുന്ന മക്കളുണ്ട്. കർത്താവായ ദൈവമേ, മക്കളില്ലാതെ വിഷമിക്കുന്ന മക്കൾ അനേകര്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട്. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി അമ്മമാര്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിദേശത്തുള്ള മക്കള്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. രോഗശൈലിയിലുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാര്, ഓപ്പറേഷനുകൾക്ക് വിധേയമാകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട്. വിവിധ ടെസ്റ്റുകൾക്ക് വേണ്ടി, ആരോഗ്യ രംഗത്തെ ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, കർത്താവായ ദൈവമേ, അഭിഷേകം നൽകണമേ. എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ. ഈ സമയത്ത് വൈദിക വിശുദ്ധ ജലത്താല് നമ്മളെ ആശീർവദിക്കുക. എല്ലാവരും കരങ്ങളടിച്ച് ഗായ സംഘത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു. എല്ലാവരും കരങ്ങളടിച്ച് സന്തോഷത്തോടെ കർത്താവ് നൽകിയ ഈ നിമിഷം, കർത്താവ് നൽകിയ ഈ ദിവസം ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ വിടുതലിന്റെ ആഘോഷം, വലിയ ആനന്ദത്തോടെ ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. എല്ലാവരും കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിച്ച് കാട്ടട്ടെ. യേശുവിന്റെ
പുത്രനാണ്, ദൈവത്തിന്റെ പുത്രിയാണ്. പാപം എന്നിൽ സ്ഥാനമില്ല. ഈശോ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യേശ്വരേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. ജീവിത പങ്കാളി, മക്കള്, കുടുംബാംഗങ്ങള്, ഞങ്ങളുടെ വൈദികര്, ഞങ്ങളുടെ സമർപ്പിതര്, ഞങ്ങളുടെ ഇടവക കുടുംബം, ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ അതിരൂപം എല്ലാം ഞങ്ങൾ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഈശോ മാമോദീസായിൽ ലഭിച്ച വിശ്വാസം ഓരോ ദിവസവും അത് ആഴപ്പെട്ട് അത് ഞങ്ങൾ വളരട്ടെ. കുംഭസാരം, വിശുദ്ധ കുർബാന, കുടുംബ പ്രാർത്ഥന ഇവയൊക്കെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്തും. കർത്താവേ, കൂടുതൽ തീഷ്ണമായിട്ട് നിന്നെ സ്നേഹിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈശോ, അടുത്ത ആഴ്ച മുതൽ ഞങ്ങൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ നവീകരണത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് നൽകുന്ന ഞങ്ങളുടെ ധ്യാനം ഇടവ മുഴുവൻ ഒരാഴ്ച ദൈവവചനത്തിൽ ആഴപ്പെടാനായിട്ട് ഞങ്ങൾ ഒരുക്കുന്ന ദിനങ്ങളാണ്. വിശ്വസിക്കുക, വലിയ അനുഗ്രഹം ഞങ്ങളുടെ ഈ ദേശത്ത് കടന്നു വരുന്ന ദിവസങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളെല്ലാം അതിനായിട്ട് ഒരുങ്ങുകയാണ്. ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ഒത്തിരി കുറവുണ്ട്, ഞങ്ങൾ ഒത്തിരി പോരായ്മകളുള്ളവരാണ്. ഞങ്ങൾ പലപ്പോഴും പാപത്തിൽ വീണ് പോയിട്ടുള്ളവരാണ്. പക്ഷേ നിന്റെ പാപം കടം ചുമപ്പെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കും എന്ന വലിയ വിശ്വാസം ഞങ്ങൾ ദൂതപുത്രനെ പോലെ വലിയ മാനസാന്തരത്തിലേക്ക് ഞങ്ങൾ കടന്നു വരിക. പ്രിയമുള്ള മക്കളെ, ചിലപ്പോഴെങ്കിലും ചില വ്യക്തികളോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ട്. ചില സാഹചര്യങ്ങളോട് ആ വർഷങ്ങളായിട്ടുള്ള പക, വൈരാഗ്യമുണ്ട്. അവരെ കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി കുറ്റം പറഞ്ഞിട്ടുണ്ട്. അവരെ കുറിച്ചൊക്കെ അസൂയയോടെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ വളർച്ചയിൽ ഞാൻ അസൂയപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ നിമിഷം അവരെ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം. അത് ചിലപ്പോൾ ഒരു കുടുംബമാകാം, അതൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ അതൊരു വിഭാഗങ്ങളാകാം, അത് ഒരു സമൂഹമാകാം. അവരെ ഒന്ന് മനസ്സിൽ കൊണ്ടുപോകാം. ഇപ്പൊ ഈ സമയം നമ്മൾ ഈശോയുടെ മുമ്പിൽ അവരോട് ക്ഷമിക്കാൻ പോവാണ്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങാണ്. ഈശോ, ഇത്രയും നാളും ഞാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. മറ്റുള്ളവനോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എന്നോട് ക്ഷമിക്കത്തില്ല. ആ ഒരു വലിയ വചനം ഞാൻ മറന്നുപോയിട്ടുണ്ട് പലപ്പോഴും. ഇന്ന് ഈ നിമിഷം ഈശോ ഞാൻ ക്ഷമിക്കാൻ തുടങ്ങാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങാണ്. ഈ ദിവ്യകാരണത്തിന് മുമ്പിൽ വെച്ച് ചിലപ്പോൾ അവരെന്നോട് ചെയ്ത കാര്യമൊക്കെ ഒത്തിരി തലമുറയോളം എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നെക്കുറിച്ച് അവർ പറഞ്ഞ വാക്ക്, എന്നോട് അവർ ചെയ്ത പ്രവൃത്തി, എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മക്കളോട്, എൻ്റെ അമ്മായിയപ്പനോട്, എൻ്റെ അമ്മായിയമ്മയോട്, എൻ്റെ അപ്പനോട്, എൻ്റെ അമ്മയോട്, എൻ്റെ സഹോദരങ്ങളോട് അവർ ചെയ്ത പ്രവൃത്തി, അതെനിക്ക് ന്യായീകരണമില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. എല്ലാം ശരിയാണ്. ഈശോ, ഈ ഒരു വചനത്തിൻ്റെ ശക്തിയാൽ ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റുള്ളവർ നിങ്ങളോട് മറ്റുള്ളവരുടെ കുറ്റം, കുറവ് നീ ക്ഷമിച്ചാൽ ദൈവം നിന്നോട് ക്ഷമിക്കും. വിശ്വസിക്കുകയാണ് തമ്പുരാനെ. പ്രിയമുള്ള മക്കളെ, ദൈവത്തിന് മുമ്പിൽ നമുക്കൊന്ന് അവരെ ഒന്ന് സമർപ്പിക്കാം, ഒന്ന് ക്ഷമിക്കാം, അവരോട് ഒന്ന് ക്ഷമിക്കാം.
അവരുടെ പാപങ്ങൾ, അവർ ചെയ്ത പ്രവൃത്തികൾ, ഇനി അവർ എന്നെ കുറിച്ച് കുറ്റങ്ങൾ പറയുമായിരിക്കും, എന്നെ കുറിച്ച് മോശം പറയുമായിരിക്കും. പക്ഷേ ഞാൻ അവർക്ക് വേണ്ടി ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കും. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കും. അവരുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ ഇന്ന് തൊട്ട് ആഗ്രഹിക്കും. ഈശോ ക്ഷമിക്കാനുള്ള വലിയ കൃപ, അവരെ കരുതാനുള്ള വലിയ കൃപ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള വലിയ കൃപ ലഭിക്കാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നിമിഷങ്ങളെ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്ന് മായ്ക്കണമേ. എല്ലാവരും ചേർന്ന് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടി എല്ലാവരും എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ക്ഷമിക്കുവാൻ കഴിയുന്ന നിമിഷങ്ങളെ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്ന് മായ്ക്കണമേ. ക്ഷമിക്കുന്നു. ആ വ്യക്തിയെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുന്നു, നമ്മുടെ ചിന്തയിലേക്ക് ഈ നിമിഷം കൊണ്ടുവരട്ടെ, ആ കുടുംബത്തെ ഒന്ന് കൊണ്ടുവരട്ടെ. ഞാൻ ക്ഷമിക്കുകയാണ്, ഞാൻ അവർക്ക് വേണ്ടി ക്ഷമിക്കുകയാണ്, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ്. ഈശോ ഒന്നുകൂടി എല്ലാവരും ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്ന് മായ്ക്കണമേ. യേശുവേ, യേശുവേ, നീ മാത്രമൻ സഹായം. കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന മക്കൾ, വേദനയോട് യേശുവേ, നീ മാത്രമൻ സഹായം. പ്രിയമുള്ളവരെ, ഈ നിമിഷം നമ്മുടെ ഈ ഒരു മാസത്തെ എല്ലാ ആഗ്രഹങ്ങള്, നമ്മുടെ ജോലി മേഖലകള്, നമ്മുടെ മക്കളുടെ പഠന മേഖലകള്, നമ്മുടെ പഠന മേഖലകളുണ്ട്, വിവാഹം, ജോലി, അതുപോലെയുള്ള ആഗ്രഹങ്ങള്, ഒത്തിരി മക്കള്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളും, നമ്മുടെ സമീപത്തിരിക്കുന്ന വ്യക്തിയുടെ ഒരു പ്രാർത്ഥനാ നിയോഗം, അതിനുവേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കുക. എൻ്റെ വചനം പറയുക, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട്. നീ മറ്റുള്ളവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, അവരിന് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പം, നീ നിനക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു എന്ന വചനത്തിന്റെ ഉറപ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോ ഈ ദേവാലയത്തിൽ, ഈ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ, ആ സാന്നിധ്യത്തിൽ ഞങ്ങൾ ആയിരിക്കുക. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന മക്കള് ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം, ഈശോ എന്നോടൊപ്പം നിൽക്കുന്ന മക്കളുടെ ഒരു പ്രാർത്ഥനാ നിയോഗം, അവർ പറയുകയൊന്നും വേണ്ട, നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ഈശോ എൻ്റെ കൂടെ ഇപ്പോൾ ഈ ദേവാലയത്തിൽ ആയിരിക്കുന്ന മകളുടെ ഒരു പ്രാർത്ഥനാ നിയോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ആ നിയോഗത്തെ ഒന്ന് സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അതരം തുറന്ന് എല്ലാവരും സ്തുതിക്കണം, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, 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 ആരാധന, 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 ആരാധന. ആ വ്യക്തിയുടെ എല്ലാ നിയോഗങ്ങളെ ആശീർവദിക്കണേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ആ വ്യക്തിയുടെ വേദനകളിലേക്ക് കടന്നു വരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ആ വ്യക്തിയുടെ രോഗങ്ങളിലേക്ക് കടന്നു വരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഗതാവായ ദൈവമേ, ഗതാവായ ദൈവമേ, അനുഗ്രഹം നൽകുന്ന തമ്പുരാനെ, ഇന്ന് ഈ ദേവാലയത്തിൽ ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കള് എന്നെ ഞങ്ങളോടൊപ്പം ഇരുന്ന്
പ്രാർത്ഥിക്കുന്ന മക്കള്, ഇവിടെ വരാൻ സാധിക്കാതെ പോയ മക്കളുണ്ട്, അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭവനങ്ങളിൽ നിന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന മക്കള് തമ്പുരാനെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാനെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ ഇടവകയെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ വൈദികരെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ സമർപ്പിതരെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ യുവാക്കളെ യുവതികളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞു മക്കളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ അപ്പന്മാരെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ അമ്മമാരെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ അമ്മച്ചിമാരെ വിശുദ്ധീകരിക്കണമേ. യോഗശൈലിയിലുള്ള ഞങ്ങളുടെ എല്ലാ ഇടഭാഗങ്ങളിലേക്കും കടന്നു വരണമേ, എല്ലാ രോഗികളിലേക്കും കടന്നു വരണമേ, ആശുപത്രിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും കർത്താവേ അങ്ങയുടെ കരം തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ മരണാസന്നരായ മക്കളിലേക്ക് സമാധാനവും ശാന്തിയുമായിട്ട് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കടബാധിതകൾ വിഷമിക്കുന്ന മക്കളുണ്ട് തമ്പുരാനെ, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബ കലഹങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്ന മക്കളുണ്ട് തമ്പുരാനെ, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കളുടെ ജോലി കിട്ടാത്തതിനെക്കുറിച്ച് വിഷമിക്കുന്ന മക്കളുണ്ട്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പഠന ബുദ്ധിമുട്ട് നേരിടുന്ന മക്കളുണ്ട്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾ കൊടുക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയെ ഓർത്ത് വിഷമിക്കുന്ന മക്കളുണ്ട്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുണ്ട്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ തൊട്ടണമേ, ഈശോയെ സുഖപ്പെടുത്തണമേ, ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രിയമുള്ളവരെ, ഈ സമയം നമ്മൾ സ്തോത്ര കാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിന് മുമ്പിൽ നമുക്ക് നൽകുന്ന നമ്മുടെ യോഗ്യത ഈ സമയത്ത് എല്ലാ മക്കളും കരങ്ങളിലും ഉയർത്തിപ്പിടിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ മക്കളുടെ ഈ കാഴ്ച ദൈവങ്ങളെ ആശീർവദിക്കണം. ദൈവത്തിന് നൽകുന്ന ഈ മക്കളുടെ യോഗ്യതയും അവയെല്ലാം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പല ജോലിയുടെ പഠന മേഖലകള് സ്മാദ്യങ്ങള് എല്ലാം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയമുള്ളവരെ, ഈ സമയത്ത് സ്തോത്രകാഴ്ച എടുക്കുന്ന സമയമാണ്. ദൈവത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയുടെ ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈശോ, ഈ സമയത്ത് ഞങ്ങൾ ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈശോ, ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളുടെ ജോലി മേഖലകളെ ആശീർവദിക്കണമേ, ഇടവകയെ ആശീർവദിക്കണമേ. ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ മഹത്വപ്പെടുത്തുന്നു, ഈശോയെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ഗായ സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. എല്ലാവരും കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ദിവ്യകാരുണ്യേശ്വരുടെ ആശീർവാദം നമുക്കെല്ലാവർക്കും സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനം
തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥൻ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥൻ വാഴ്ത്തിടുവിൻ. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് ഈ സമയത്ത് പ്രവേശിക്കാം. അതുപോലെ ഇനി ആരെങ്കിലും കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ലീജിയൻ ഓഫ് മേരിയുടെ ഓഫീസിൽ അതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ദിവ്യ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാം.